أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا وحبيبنا محمد صلى الله عليه وسلم رحمة للعالمين وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. حسبنا الله ونعم الوكيل نعم المولى ونعم النصير. حسبنا الله ونعم الوكيل نعم المولى ونعم النصير. حسبنا الله ونعم الوكيل نعم المولى ونعم النصير. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والفجر وليال عشر والشفع والوتر والليل إذا يسر هل في ذلك قسم لذي حجر. صدق الله العلي العظيم. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അള്ളാഹു നമ്മുടെ ഒത്തുകൂടൽ അവൻ ഇഷ്ടപ്പെട്ട ഒരു സൽക്കർമ്മമായി നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. അള്ളാഹു നമ്മുടെ ദോഷങ്ങളൊക്കെ പുറത്തു തരട്ടെ. നമ്മുടെ ഖൽബുകൾ അള്ളാഹു നന്നാക്കി തരട്ടെ. നമ്മിലെ രോഗികൾക്ക് അള്ളാഹു ശിഫ നൽകട്ടെ. നമ്മുടെ ഇൽമ അള്ളാഹു നാഫിയാകട്ടെ. പ്രയാസം അനുഭവിക്കുന്നവരുടെയൊക്കെ പ്രയാസങ്ങൾ അള്ളാഹു തീർത്തു കൊടുക്കട്ടെ. അള്ളാഹു രണ്ട് ലോകത്തും വിജയിക്കുന്ന മുഅ്മിനീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. عن ابن عباس رضي الله عنهما قال قال رسول الله صلى الله عليه وسلم ما من أيام العمل الصالح فيها أحب إلى الله من هذه الأيام. قالوا يا رسول الله صلى الله عليه وسلم ولا الجهاد في سبيل الله. قال ولا الجهاد في سبيل الله إلا رجل خرج بنفسه وماله فلم يرجع من ذلك بشيء. ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ഹദീസ്. ഇൻഷാ അല്ലാഹ് 2 ദിവസങ്ങൾക്ക് ശേഷം, ഇൻഷാ അല്ലാഹ് വെള്ളിയാഴ്ച അല്ലെങ്കിൽ ശനിയാഴ്ച അല്ലേ, ദുൽഹജ്ജ് മാസം തുടങ്ങാൻ പോവാണ്. പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിലെ അതിൽ തന്നെ ആദ്യത്തെ 10 ദിവസത്തെ കുറിച്ചാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. നാം ചർച്ച ചെയ്യാൻ പോകുന്ന ഹദീസിലെ സാരാംശം അങ്ങനെയാണ്. അള്ളാഹു ലോകത്തുള്ള ദിവസങ്ങൾക്കൊക്കെ ഒരേ ശ്രേഷ്ഠതയല്ല കൊടുത്തിട്ടുള്ളത്. പല ദിവസത്തിനും പല ശ്രേഷ്ഠതയാണ്. എല്ലാ സ്ഥലങ്ങൾക്കും ഒരേ ശ്രേഷ്ഠതയല്ല. ചില സ്ഥലങ്ങൾക്ക് കൂടുതൽ പവിത്രത അള്ളാഹു കൊടുത്തിട്ടുണ്ട്. അവിടെ വെച്ച് അമല് ചെയ്താൽ കൂടുതൽ പ്രതിഫലം നൽകും. ഉദാഹരണമായിട്ട് മസ്ജിദുൽ ഹറാമിൽ വെച്ച് നിസ്കരിച്ചാൽ നമ്മുടെ സാധാരണ പള്ളികളിൽ നിസ്കരിക്കുന്ന പോലെയല്ല, കൂലിയിൽ വ്യത്യാസം ഉണ്ടാവും. മസ്ജിദുൽ നബവിയിൽ, മസ്ജിദുൽ അഖ്സയിൽ എന്ന പോലെ ചില ദിവസങ്ങളിൽ, ആ ചില മാസങ്ങളിൽ, ആഴ്ചയിൽ തന്നെ ചില ദിവസങ്ങളിൽ ഒക്കെ അള്ളാഹു വ്യത്യസ്തങ്ങളായ പ്രതിഫലം മനുഷ്യർ വെച്ചിട്ടുണ്ട്. അത് അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ വലിയൊരു കാരണമാണ്. എല്ലാ ദിവസവും ഒരേപോലെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കുറഞ്ഞ ആയുസ്സിൽ ചിലപ്പോൾ ഒരു ലൈലത്തുൽ ഖദ്ർ കിട്ടിയാൽ അത് തന്നെ ജീവിതത്തിൽ വിജയിക്കാൻ കാരണമായ ഒരുപാട് ആളുകളുണ്ടാവും. എന്ന പോലെ ദുൽഹജ്ജ മാസമാണ് വരാൻ പോകുന്നത്. ഹജ്ജിന്റെ മാസങ്ങളായിരുന്നു ശവ്വാല്, ദുൽഖഅദ്, ദുൽഹിജ്ജ. ദുൽഹിജ്ജയിലെ 10 ദിവസങ്ങൾ. ഇത് ഹജ്ജിന് ഇഹ്റാം ചെയ്യൽ അപ്പം മുതൽ തുടങ്ങാന്നാണ്.
ഇത് കഴിഞ്ഞ് ഇനി ദുൽഹിജ്ജ വരാൻ പോവാണ്. ഇതിൽ ഹജ്ജിന്റെ കർമ്മങ്ങളിൽ ഏർപ്പെടേണ്ട ദിവസങ്ങളാണ് വരാൻ പോകുന്നത്. ഹജ്ജിന്റെ കർമ്മങ്ങളിൽ ഒരേ സമയത്ത് മുഅ്മിനീങ്ങളൊക്കെ ആ വിശുദ്ധമായ മണ്ണിൽ സംഗമിച്ചിരിക്കുകയാണ്. അള്ളാഹു അവർക്കൊക്കെയും ഹൈറായ രീതിയിൽ കർമ്മങ്ങളൊക്കെ നിർവഹിക്കാൻ തൗഫീഖ് നൽകട്ടെ. അള്ളാഹു ദുരന്തങ്ങളിൽ നിന്നൊക്കെ ആ നാടിനെയും ഹാജിമാരെയും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. നമുക്കൊക്കെയും ജീവിതത്തിൽ പല പ്രാവശ്യം വിശുദ്ധമായ മണ്ണിലൊക്കെ പോകാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നമ്മുടെ ക്ലാസ്സിന് വരുന്ന ചില ആളുകളൊക്കെ പോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ദുആ ചെയ്യാൻ പറഞ്ഞിരുന്നു, പോകാനുള്ള പ്ലാനിങ്ങിലാന്ന് പറഞ്ഞിട്ട്. അള്ളാഹു അവർക്കൊക്കെ ഹൈറായ രീതിയിൽ ഒക്കെ നിർവഹിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകട്ടെ. ഹജ്ജ് എന്ന് പറഞ്ഞാൽ ശരിക്കും കരുതാന്ന, ലക്ഷ്യം വെക്കാന്ന. അള്ളാഹുവിന്റെ കഅബയെ ലക്ഷ്യമാക്കിയിട്ട് മുഅ്മിനീങ്ങൾ ഇങ്ങനെ പോകുന്ന മാസമായതുകൊണ്ട് ദുൽഹിജ്ജ എന്നതിന് പേര് വന്നതെന്ന്. ഇതിലെ ആദ്യ 10 ദിവസത്തെ കുറിച്ചാണ് നാം പറഞ്ഞു വെച്ച ആയത്ത്. ഇതിൽ ആദ്യത്തെ 10 ദിവസങ്ങൾ, അതായത് 10 ദിവസം എന്ന് പറയുമ്പോൾ 10 ദിവസത്തിലെ നോമ്പ് സുന്നത്താണെന്ന് മഹാന്മാരൊക്കെ പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോറ്റിരുന്നു. അപ്പൊ തന്നെ തെറ്റിദ്ധരിക്കരുത്. കാരണം 10 ദിവസം എന്നത് ആ ദിവസത്തെ മൊത്തത്തിൽ ഉൾക്കൊള്ളാൻ വേണ്ടി പറയുകയാണ്. എന്നാൽ നോമ്പ് 10ാം ദിവസം ഹറാമാണ്, അല്ലേ? പെരുന്നാളിന് നോമ്പ് നോക്കൽ ഹറാമാണ്. നോമ്പ് 9 ദിവസങ്ങളിലേ ഉണ്ടാവുള്ളൂ. പവിത്രത 10 ദിവസത്തിലും ഉണ്ടാവും. അള്ളാഹു അതൊക്കെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. മഹാന്മാരായ ഉലമാ പറയുന്നുണ്ട്, ഈ 10 ദിവസങ്ങളെ നല്ല രീതിയിൽ സ്വാഗതം ചെയ്ത ആളുകൾക്ക് അള്ളാഹു 10 ഗുണങ്ങൾ ചെയ്യുന്ന. ഒന്ന്, അൽ ബറക്കത്തു ഫി ഉംരിഹി, അവന്റെ ആയുസിൽ അള്ളാഹു ബർക്കത്ത് കൊടുക്കും. ആയുസിൽ ബർക്കത്ത് കൊടുക്കാന്ന് പറഞ്ഞാൽ ഒരാൾക്ക് 60 കൊല്ലം ഒരാൾ ജീവിച്ചു, അതിൽ 50 കൊല്ലം തളർന്ന് എടുക്കുകയാണ്. എന്താ കാര്യം കിട്ടിയെന്ന് വെച്ചാൽ, ഉള്ള ആയുസിൽ നമുക്ക് നന്നായി അള്ളാഹ്ക്ക് വേണ്ടി ഇബാദത്ത് ചെയ്യാൻ പറ്റണം, ഒരുപാട് ജനനന്മക്കായി സേവനം ചെയ്യാൻ പറ്റണം, ദീനിനെ ഒരുപാട് ഖിദ്മത്ത് ചെയ്യാൻ പറ്റണം. 44 വയസ്സ് വരെയാണെന്നാണ് എൻ്റെ ഓർമ്മ ഇമാം നവവി റളിയല്ലാഹു അൻഹു ജീവിച്ചത്. പക്ഷേ ലോകത്ത് ഇമാം നവവി റഹിമഹുല്ലാ ലോകത്തിന് സമ്മാനിച്ച ഇൽമിന്റെ വലിയ ഒരു ശേഖരം തന്നെ ബാക്കി വെച്ചിട്ടാണ് മഹാനവറുകൾ പോയത്. അവരൊന്നും ഒരുപാട് കൊല്ലം ജീവിച്ചവരായിരുന്നില്ല. പക്ഷെ കുറഞ്ഞ കാലം കൊണ്ട് ഒരുപാട് കാലം സേവനങ്ങൾ അവർ ചെയ്തു. നമ്മൾ പറഞ്ഞോന്ന് എനിക്കറിയില്ല, മുഹമ്മദ് ബിൻ ഖാസിം സഖഫി റളിയല്ലാഹു അൻഹു സിന്ധിലേക്ക് ഇസ്ലാം മത പ്രചരണവുമായിട്ട് വന്ന മഹാനാണ്. ഒരു രാഷ്ട്രീയപരമായ കാരണങ്ങളാണ് അദ്ദേഹം സിന്ധിലേക്ക് വരുന്നത്. സിന്ധ് അന്നത്തെ ദബീൽ എന്നൊക്കെ പറയുന്ന സ്ഥലമാണ്. അത് ഇന്നത്തെ പാകിസ്ഥാനിലെ പഞ്ചാബ് ഉൾപ്പെട്ട പ്രദേശമാണ്. അങ്ങോട്ടാണ് അദ്ദേഹം വന്നത്. ഒരു മുസ്ലിം രാജാവിനുള്ള സമ്മാനങ്ങളുമായി, ശ്രീലങ്കയിലെ ഒരു മുസ്ലിം രാജാവിനുള്ള സമ്മാനങ്ങളുമായി പോകുന്ന മുസ്ലിം കച്ചവട സംഘത്തെ ശ്രീലങ്കയിലെ ചില ആളുകൾ തടഞ്ഞു വെച്ചതാണ്. സിന്ധിലെ ആളുകൾ തടഞ്ഞു വെച്ചതാണ് രാജാവ്. അപ്പൊ രക്ഷപ്പെടുത്താൻ വേണ്ടി ഹജ്ജാജ് ഇബ്നു യൂസുഫ് പറഞ്ഞു വെച്ചതാണ് മുഹമ്മദ് ബിൻ ഖാസിമിന് റളിയല്ലാഹു അൻഹു. അവർക്ക് അന്ന് 17 വയസ്സായിരുന്നു. 17 വയസ്സ്. അവർ വന്നു. അതോടൊപ്പം അവരുടെ സ്വഭാവവും പെരുമാറ്റവും കണ്ട് ഒരുപാട് ആളുകൾ ഇസ്ലാം വിശ്വസിച്ചു. ഗുജറാത്തിന്റെ ഭാഗത്ത് വരെ അദ്ദേഹം എത്തിയെന്നാണ്. ഗുജറാത്ത് വരെ എത്തിയിട്ട് അവിടെ എത്തിയപ്പോൾ ഇപ്പുറത്ത് ഭരണമാറ്റം നടന്നപ്പോൾ ഇദ്ദേഹത്തെ പുതിയ ഭരണാധികാരി തിരിച്ചു വിളിച്ചു. ചില രാഷ്ട്രീയ കാരണങ്ങളാൽ അദ്ദേഹം തിരിച്ചു പോകുന്നത് 19ാമത്തെ വയസ്സിലാണ്. ഇന്ന് നമ്മളൊക്കെ കാണുന്ന പാകിസ്ഥാനികളിലൊക്കെ ഒരുപാട് പേര്, പാകിസ്ഥാനികൾ നമ്മൾ എന്തെന്നെ അവരെ പറ്റി പറഞ്ഞാലും അവരൊക്കെ നിസ്കാരത്തിന്റെ കാര്യത്തിൽ അധികവും നല്ല കണിശായിരിക്കും. ജമാഅത്തിൽ നമ്മൾ പറയാം അവരെ ഡ്രസ്സിങ് ശരിയില്ല, അവരെ കോലം ശരിയില്ല എന്നൊക്കെ പറയും. എന്തെന്നാണെങ്കിലും അവര് നിസ്കാരത്തിന്റെ കാര്യത്തിൽ നമ്മളൊക്കെ കണിശരാണെന്നാണ് നമുക്ക് പലരും കണ്ടാൽ തോന്നാറ്. ഈമാൻ അള്ളാഹ്ക്ക് അറിയുള്ളൂ, നമ്മളുടെയും അവരുടെയൊക്കെ. അള്ളാഹ് നമ്മളൊക്കെ നല്ല മുഅ്മിനീങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ. ഇവരൊക്കെ അള്ളാഹിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യണതിന്റെ കൂലി ആ മനുഷ്യന്റെ ഖബറിലേക്ക് എത്തും. മുഹമ്മദ് ഖാസിം സഖഫി റളിയല്ലാഹു അൻഹു. ചരിത്രത്തിൽ ഇദ്ദേഹം ജീവിച്ചത് 2 കൊല്ലാണ്. ചരിത്രത്തിൽ ഇദ്ദേഹം ജീവിച്ചത് 2 വർഷമാണ്. പക്ഷെ ഒരു 2000 കൊല്ലത്തിന്റെ സുഹൃതം അതിലപ്പുറം ചെയ്തിട്ടിട്ടാണ് ആ മനുഷ്യൻ ഖബറിൽ കിടക്കുന്നത്. അപ്പൊ ആയുസിൽ ബർക്കത്ത് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഉള്ള ആയുസിൽ അള്ളാഹു തന്ന ആയുസ് വെച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റണം എന്നല്ല ഇതിനർത്ഥം ആയുസ് നീട്ടി കിട്ടുന്നതാണ്. ചില കുടുംബ ബന്ധങ്ങൾ ചേർക്ക പോലത്തെ ചില കാര്യങ്ങൾ ചെയ്താൽ അള്ളാഹു ആയുസ് നീട്ടി കൊടുക്കുന്നതാണ്. അങ്ങനെയൊക്കെ ഉണ്ട്. എന്തായാലും ഈ 10 ദിവസങ്ങളെ നല്ല രീതിയിൽ സ്വാഗതം ചെയ്താൽ അള്ളാഹു ചെയ്യുന്ന ഒരു ഗുണം ആയുസിൽ ബർക്കത്ത് ഉണ്ടാവുക എന്നുള്ളതാണ്. മറ്റൊന്ന് സിയാദത്ത് ഫീ മാലി, മുതലിൽ വർധനവ് ഉണ്ടാവുക. മുതലിൽ വർധനവ് ഉണ്ടാവണമെന്നൊക്കെ നമുക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ അതിന് വളഞ്ഞ വഴി സ്വീകരിക്കാൻ പാടില്ല എന്നാണ്.
വർധനവ് എന്ന് വെച്ചാൽ പിന്നെ അള്ളാഹു സ്വതക്കയെ വളർത്തുകയും പലിശയെ അള്ളാഹു നശിപ്പിക്കുകയും ചെയ്യുന്ന. അള്ളാഹു സ്വതക്കയെ വർദ്ധിപ്പിക്കും. സത്യത്തിൽ അള്ളാഹ് ഈ വിപരീതങ്ങൾ കൊണ്ട് അള്ളാഹു നമ്മളെങ്ങനെ അത്ഭുതപ്പെടുത്തണം. അതായത് ഞാനൊരു 10 രൂപ കൊടുത്താൽ അതാണ് വളരുന്നത്. നമ്മളെ കണ്ണിൽ ഒരു 10 രൂപ ഇങ്ങോട്ടെടുത്താൽ അതാണ് ശരിക്കും വളരുന്നത്. പക്ഷെ അള്ളാഹ് നമുക്ക് നേരെ ഓപ്പോസിറ്റാണ് കാണിച്ചു തരുന്നത്. പലിശ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരാളെ കയ്യിൽ നിന്ന് 10 രൂപ പലിശയായിട്ട് എടുത്താൽ അതാണ് നശിക്കുന്നത്, അത് ചുരുങ്ങാണ്. എന്നാൽ ഞാൻ ഒരാൾക്ക് 10 രൂപ സ്വതക്കയായി കൊടുത്താൽ അത് വർദ്ധിക്കണം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഈ പറഞ്ഞ ആയത്തിന്റെ അർത്ഥം മാക്സിമം 40 വർഷം പലിശക്കാരന് അള്ളാഹു ഈ ഒരു ഉയർച്ച കൊടുക്കൊള്ളുന്നു, പിന്നെ ആള് ഡൗൺ ആവും. ഒരുപാട് ആളുകളെ നിങ്ങൾക്ക് കാണാൻ കഴിയും. നല്ല ഉഷാറായി ഇങ്ങനെ കത്തുന്നതിൽ അവർക്ക് പെട്ടെന്ന് കാണാം ലക്ഷങ്ങൾ കടണ്ട്, ജപ്തി ചെയ്യാൻ വരുന്ന അങ്ങനെ ഇങ്ങനെയൊക്കെ കേൾക്കും. അപ്പൊ പറമ്പുകളൊക്കെ ഇങ്ങനെ വിൽക്കാൻ തുടങ്ങും. ഓരോന്ന് വിറ്റ് ലാസ്റ്റ് ഒന്നുമില്ലാതായി മാറും. നേരെ സ്വതക്ക കൊടുക്കുന്ന ആൾക്കോ അയാളെ ജീവിതത്തിൽ സംഭവം കുറേ പൈസ ഒന്നും ഉണ്ടാവില്ല, പക്ഷെ പട്ടിണി ഉണ്ടാവില്ല, വളരെ നല്ല റാഹത്തായി ജീവിക്കണം. അല്ലാഹു പട്ടിണിയും ദാരിദ്ര്യം ഒന്നും ഇല്ലാതെ നമ്മൾ കാത്തിരക്ഷിക്കണം. മറ്റൊന്ന് വല്ല ഹിഫ്ദുലി അയാലിഹി, കുടുംബത്തിന്റെ സംരക്ഷണം. ആകെ നമ്മൾ ഇവിടെ വന്നൊക്കെ പറയുന്നത് കുടുംബം പോറ്റാനാണെന്ന്. ആ പോറ്റിൽ അള്ളാഹു ഓൾറെഡി ഏറ്റെടുത്തിട്ടുണ്ടല്ലോ. കാരണം നമ്മളെ മക്കൾക്കൊക്കെ ഭക്ഷണം കൊടുക്കാൻ അള്ളാഹ്ക്ക് കഴിയില്ലേ? അത് നമ്മളെ ആവശ്യം എന്താ? നമ്മളെ കൊണ്ട് ഇങ്ങനെ ഗൾഫിലേക്ക് വിസ കൊടുത്ത് വന്നിട്ട് പിന്നെ ഇവിടെ ജോലി ചെയ്ത് ശമ്പളം കിട്ടിയിട്ട് വേണം നമ്മളെ മക്കൾക്ക് അന്നം കൊടുക്കാൻ? വേണ്ടല്ലോ. അള്ളാഹ്ക്ക് നേരെ മക്കളെ വിശപ്പണ്ട് ഇല്ലാതാക്കിയ പോരെ. ഈ ശരീരം തന്ന അള്ളാഹ്ക്ക് എന്താ വിശപ്പ് ഇല്ലാതാക്കിയ പോരെ? എന്നാ പിന്നെ ഇങ്ങനെ ഇതൊന്നും ആവശ്യമില്ല. ഇത് സത്യത്തിൽ ഈ ദുനിയാവിൽ ഇങ്ങനെ പ്രോസസ്സിങ് നടക്കണം. പരസ്പരം സഹകരിച്ചുകൊണ്ടൊക്കെ ഉള്ള ഒരു കീഴ്വഴക്കങ്ങൾ ലോകത്ത് നടക്കണം. അതുവഴി പലർക്കും പ്രതിഫലം കിട്ടണം, പലർക്കും പരീക്ഷണം ആവണം, പലരും ഈ പരീക്ഷണത്തിൽ ജയിക്കണം, പലരും ഈ പരീക്ഷണത്തിൽ പരാജയപ്പെടും. അപ്പൊ അവർക്ക് അതിനനുസരിച്ചുള്ള നീതിപൂർവമായ ശിക്ഷ കൊടുക്കണം. ഇതൊക്കെ അള്ളാഹിന്റെ നീതിയാണ്. മറ്റൊന്ന് തക്ഫീറുലി സയ്യിആതിഹി, ദോഷങ്ങൾ അള്ളാഹു പുറത്തു തരും. ആകെ നമുക്ക് ആവശ്യം എന്താണ്? ദോഷങ്ങൾ പൊറുക്കപ്പെടല. എപ്പോഴും ചോദിക്കേണ്ടത് അതാണ്. തെളിഞ്ഞ മനസ്സുണ്ടാവണം. എന്ത് തെറ്റ് ചെയ്താലും ഉടൻ അതിങ്ങനെ മായ്ക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാവണം. പിന്നൊന്ന് വത്തദഈഫുലി ഹസനാതിഹി, ഹസനത്തുകൾ ഇങ്ങനെ ഇരട്ടിക്കണം. ഓരോ ദിവസം ചെല്ലുന്തോറും നന്മകൾ കൂടണം, കുറയാൻ പാടില്ല. വതസ്ഹീലുലി സക്കറാത്തിഹി, സക്കറാത്തിന്റെ സമയത്തെ വേദന എളുപ്പാകണം. സക്കറാത്തിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ അല്ലാഹുമ്മ ഹവ്വിൻ അലൈനാ സക്കറാത്തിൽ മൗത്ത്, അല്ലേ? മരണത്തിന്റെ വേദന കുറച്ചു തരണേ. അതിലെന്നെ നമ്മളെ ദുആണ്. ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, ഞാൻ മരണത്തിന്റെ വേദന കുറക്കാനൊന്നും ദ്വാരക്കൂല. കാരണം എന്താ? എന്റെ ദോഷം പൊറുക്കാനും എന്റെ പദവി ഉയർത്താനും അള്ളാഹു എനിക്ക് ദുന്യാവിൽ വെച്ചിട്ടുള്ള അവസാനത്തെ സ്റ്റേജാണ് ഏത്? മരണം. ആ സമയത്ത് വേദന ഇല്ലാതായാൽ ചിലപ്പോൾ പല ദോഷം പൊറുക്കപ്പെടാതെ ബാക്കിയാവും, എന്റെ പദവി ഉയർത്തപ്പെടാതെ അവിടെ നിൽക്കും. അതുകൊണ്ട് ആ സമയത്തെ വേദനയും സഹിക്കാൻ ഞാൻ റെഡിയാണ്. എന്ത് മതി? ദോഷം പൊറുത്തു തന്നാൽ മതി, പദവി ഉയർത്തിയാൽ മതി. ഈ അമ്പിയാക്കൾക്ക് എന്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റൂഹ് പിടിക്കുന്ന സമയത്ത് പൊക്കളിന്റെ ഭാഗത്തെത്തിയപ്പോ ജിബ്രീൽ അലൈഹി ഇസ്ലാമിന് പോലും സങ്കടം വന്നു എന്നല്ലേ? എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു വേദന കൊടുത്തിട്ടുണ്ടാവുക? ഒരു മനുഷ്യന്റെ ദറജ ഉയർത്താൻ അള്ളാഹു തെരഞ്ഞെടുക്കുന്ന അവസാനത്തെ സമയമാണ് ഇത്, റൂഹ് പിടിക്കുന്ന സമയം. നമുക്ക് അതും സഹിക്കാനും ആലോചിക്കാനുള്ള കെൽപ്പില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ പറയണത്. അതിന്റെ അർത്ഥം സക്രാത്തിന്റെ വേദന കൂട്ടിത്തരണേന്ന് ദ്വാരക്കണം എന്നല്ല. ഞാൻ ഓരോരുത്തരെ ഈമാന്റെ റേഞ്ചിനനുസരിച്ച് അവർ പറഞ്ഞത് ഇടയിൽ പങ്കുവെച്ചു എന്ന് മാത്രം. അള്ളാഹു നമുക്കൊക്കെ കുറച്ച് തരട്ടെ. ഇരുട്ടുകൾക്കൊന്നൊക്കെ വെളിച്ചം കിട്ടും. എല്ലാ വിധത്തിലുള്ള ഇരുട്ടും, ജീവിതത്തിലെ ദുന്യവിയായ ഇരുട്ടിൽ നിന്നും ഉഖ്റവിയായ ആത്മീയമായ ഇരുട്ടിൽ നിന്നൊക്കെ ഉള്ള വെളിച്ചം അള്ളാഹു നമുക്ക് തരും. മീസാനിൽ കനം തൂങ്ങും. വൻ നജാത്തു മിൻ ദറകാതിഹി, നമ്മളെ താഴ്ചയിൽ നിന്ന് അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തും. വസ്സുഊദു അലാ ദറജാതിഹി, ഉയർച്ചയിലേക്ക് അള്ളാഹു കൊണ്ടുപോകും. അങ്ങനെ കുറെ പദവികൾ ഈ 10 ദിവസത്തെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തിയാൽ അള്ളാഹു തരുന്നതാണ്. അള്ളാഹു അത് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. എന്ന് മാത്രമല്ല, ഈ ദിവസങ്ങളിൽ, അതായത് ഈ വെള്ളിയാഴ്ച അല്ലെങ്കിൽ ശനിയാഴ്ച സ്റ്റാർട്ട് ചെയ്തിട്ട് അത് ശരിക്ക് മനസ്സിലത് ഉൾക്കൊള്ളണം. ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. നന്മകൾ ചെയ്യാൻ ആ ഹദീസ് നമുക്ക് ഓതി വെക്കാം ഇൻഷാ അല്ലാഹ്. പ്രത്യേകിച്ച് ചെയ്യേണ്ട ചില കാര്യങ്ങൾ, ഒന്ന് ഈ രോഗികളെ സന്ദർശിക്കുക. അതിനുവേണ്ടി രോഗികളെ ഉണ്ടാക്കാൻ പറ്റുമോ?
രോഗികളില്ലാത്ത രോഗങ്ങൾ എത്ര ആൾക്കാരുണ്ട്? ചെറുശ്ശേരി ഉസ്താദ് സാധാരണ പിന്നോട് ഇങ്ങനെ പറഞ്ഞു, ചെറുശ്ശേരി ഉസ്താദിന് ഇങ്ങനെ പ്രസംഗത്തിൽ ഓർമ്മ വരുന്നുണ്ട്. അള്ളാഹു ഉസ്താദിന്റെ ദർജ ഉയർത്തി കൊടുക്കട്ടെ. ഉസ്താദ് ഈ യത്തീംഖാനകളെ വിഷയം വന്നപ്പോൾ അനാഥകൾക്ക് മാത്രം വഖഫ് ചെയ്തത് പിന്നെ എങ്ങനെ ഇപ്പോൾ വാപ്പില്ലാത്ത കുട്ടികളിപ്പോൾ യത്തീംഖാന ചേർക്കാൻ പറ്റുമോ? ആ മുതൽ അനുവദനീയാവോന്ന് വെച്ചാൽ ഉസ്താദ് പറഞ്ഞു, വാപ്പുള്ള മക്കളെല്ലാവരും വാപ്പാരെ പിടിച്ച് കൊല്ലാൻ പറ്റൂല്ലല്ലോ, ഇനിയിപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചിരുന്നു. അപ്പൊ ഒന്നുപോലെ അനാഥകളെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വാപ്പാരെ കൊല്ലണം എന്നില്ല. അപ്പൊ പിന്നെ അനാഥ അഗതി മന്ദിരം എന്ന് പറഞ്ഞാൽ അഗതി ഇല്ലാത്തവനും ചേർക്കുക. അതുകൊണ്ടാണ് അനാഥ കൂടുതൽ അഗതി എന്ന് പറഞ്ഞത്. രണ്ടുകൂട്ടരും കൂടി വഖഫ് ചെയ്താല് വാപ്പ ഉണ്ട് പക്ഷെ വാപ്പ ഇല്ലാത്തതിന് തുല്യാണ്. അങ്ങനത്തെ കുട്ടികളുണ്ടാവും. അപ്പൊ രോഗികളെ സന്ദർശിക്കുക, വേറൊന്ന് സ്വതക്ക കൊടുക്കുക, യതീമുകളെ സംരക്ഷിക്കുക, പിന്നെ മയ്യത്ത് പരിപാലനം. മയ്യത്ത് പരിപാലനം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ അവസരത്തിൽ ചെയ്യാൻ, ഒന്നിൽ നിസ്കരിക്കാനെങ്കിലും വരിക. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുള്ള സദസ്സിലല്ലേ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത്, മൻ അസ്ബഹ മിൻകുമുൽ യൗമ സ്വായിമ, ഇന്ന് നോമ്പ് വെച്ച ആൾക്കാർ ആരാളുള്ളത്, ഇന്ന് നോമ്പുള്ളവർ ആരാന്ന് ചോദിച്ചു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ഉണ്ട്. പിന്നെ ചോദിച്ചു, ഇന്ന് ആരാണ് ഒരു ജനാസയെ അനുഗമിച്ചത് ആരാണെന്ന് ചോദിച്ചു. അതിലും ഞാനുണ്ട്. ഇന്നാരായ ഒരു മിസ്കീന് ഭക്ഷണം കൊടുത്തത് ആരാണ്, ഭക്ഷിപ്പിച്ചത് ആരാണ്? അപ്പോഴും പറഞ്ഞു ഞാനുണ്ട്. പിന്നെ ചോദിച്ചു, ഇന്നൊരു രോഗിയെ സന്ദർശിച്ച ആരെങ്കിലും കൂട്ടത്തിലുണ്ടോ? അപ്പോഴും പറഞ്ഞു ഞാനുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മജ്തമഅന ഫി ഇംറിഇൻ, ഈ കാര്യങ്ങൾ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരാളിൽ ഒരുമിച്ച് കൂടിയാൽ ഇല്ലാ ദഖലൽ ജന്ന, അയാൾ സ്വർഗത്തിൽ കടക്കുക തന്നെ ചെയ്യും. അല്ലാഹു നമ്മൾ ഉൾപ്പെടുത്തി തരട്ടെ. ഈ 4 കാര്യങ്ങൾ. അപ്പോൾ ഈ 4 കാര്യങ്ങളിൽ നമുക്ക് കഴിയുന്നതൊക്കെ ആ ദിവസങ്ങളിൽ ചെയ്യാൻ ശ്രമിക്കാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഓഫീസിലൊക്കെ പോകുമ്പോൾ ഈ ബലദീയന്റെ ഒക്കെ വൃത്തിയാക്കണം, നല്ല നിസ്കരിച്ച് നല്ല അള്ളാഹിനെ പേടിച്ചെടുക്കണം. ഒരു മോൻ കണ്ടാൽ തന്നെ അറിയാം ചില ആൾക്കാരെ, അല്ലേ? അവർ പള്ളികളുമായി ബന്ധപ്പെട്ട കുറേ പാവങ്ങൾ ബംഗാളികളൊക്കെ ഉണ്ടാവും. അവർ പള്ളിയൊക്കെ ക്ലീൻ ചെയ്യണം, ഇതിലൊക്കെ ഉണ്ടാവും. അവരൊക്കെ വിളിച്ച് എന്തെങ്കിലും ഉള്ള കൊടുത്താൽ 5 ദിർഹംസിലും കൊടുത്താൽ ഇതായി. ആ സാധു ഒന്ന് ചിലപ്പോൾ ഇത് കൊണ്ടുപോയിട്ട് അവൻ ചിലപ്പോൾ അന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവും. ഭക്ഷിപ്പിച്ച കൂലി കിട്ടൂലേ? അള്ളാഹു തരട്ടെ. അള്ളാഹു അതിനൊക്കെ തൗഫീഖ് ചെയ്യട്ടെ. അതിനൊക്കെയുള്ള ഹലാലായ സമ്പാദ്യം അള്ളാഹു നമുക്ക് തരട്ടെ. അതുകൊണ്ട് തന്നെ ഈദുൽ ഫിത്തറിന്റെ ചെറിയ പെരുന്നാളിനേക്കാളും ശ്രേഷ്ഠത വലിയ പെരുന്നാളിനാണെന്ന് പറയുന്നുണ്ട് പണ്ഡിതന്മാർ. എന്താ കാരണം? ഈ 10 ദിവസത്തിൽ അത് പെട്ടിട്ടുണ്ട്. ഈ 10 ദിവസത്തിൽ അത് പെട്ടിട്ടുണ്ട്. കാരണം മാമിൻ അയ്യാമിൻ അഹബ്ബു ഇലല്ലാഹി അൻ യുതഅബ്ബദ ലഹു ഫീഹിന്ന മിൻ അയ്യാമി അശ്രി ദിൽഹിജ്ജ, അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യാൻ, അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് ആരെങ്കിലും ഇബാദത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഈ 10 ദിവസങ്ങളിലാണ്. ഏറ്റവും ഇഷ്ടം ഈ 10 ദിവസങ്ങളിലാണ്. കാരണം ഇതിലെ ഈ 10 ദിവസങ്ങളിലെ ഈ 10 ദിവസം എന്ന് ആവർത്തിക്കുമ്പോൾ ആ നോമ്പിന്റെ 9 ദിവസം എന്ന് മനസ്സിൽ കണക്ക് കൂട്ടണം. ദിവസത്തിന്റെ ശ്രേഷ്ഠത പറയാൻ ഹദീസിലൊക്കെ 10 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ ഒരു നോമ്പിന്, ഒരു ദിവസത്തെ നോമ്പിന് ഒരു കൊല്ലത്തെ നോമ്പിന്റെ പ്രതിഫലവും, ഒരു രാത്രിയിൽ അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് നിസ്കരിച്ചാൽ അതൊരു വർഷം നിസ്കരിച്ച കൂലിയാണ്. ചിലപ്പോൾ ഒരു കൊല്ലം ജീവിക്കാൻ കഴിഞ്ഞവനും, ഒരു കൊല്ലം പ്രായപൂർത്തിയായതിനു ശേഷം നല്ല പോലെ തൗബയായിട്ട് ജീവിക്കാൻ കഴിഞ്ഞവനും ഇത് കാരണമായിട്ട് അള്ളാഹു വലിയ പദവി കൊടുക്കും. ഒരുപാട് കാലം തിന്മ ചെയ്ത് നടന്ന ആളായിരിക്കും, പക്ഷെ അവസാനം ഒരൊറ്റ കൊല്ലം നല്ല ബോധം വന്നിട്ടുണ്ടാവും. ആ കൊല്ലം ഈ 10 ദിവസം കൊണ്ട് ഉപയോഗപ്പെടുത്തി പിന്നെ മരിച്ചാലും അള്ളാഹു ഇത് കാരണമായിട്ട് സ്വർഗത്തിൽ കടത്തും ചിലപ്പോൾ. അള്ളാഹുവിനുള്ള തൗഫീഖ് നമുക്കൊക്കെ തരട്ടെ. ഹഫ്സ ബീവി റളിയല്ലാഹു അൻഹാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരിൽപ്പെട്ട ആളാണ്, മഹദിയാണല്ലോ. അവര് പറയുന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ 10 ദിവസങ്ങളെ കൂടുതൽ പരിഗണിച്ചിരുന്നു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 നോമ്പുകൾ, അതായത് 3 കാര്യങ്ങൾ നന്നായി ശ്രദ്ധിച്ചിരുന്നു. ഒന്ന് മുഹറം 10ന്റെ നോമ്പാണ്. ഒന്ന് മുഹറം 10ന്റെ നോമ്പ്. വേറൊന്ന് ഈ പറഞ്ഞ 10 ദിവസങ്ങളിലെ, ആ 10 ദിവസങ്ങളിൽ പ്രത്യേക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രദ്ധിച്ചിരുന്നു എന്ന് മാത്രമല്ല, ആ 9 ദിവസവും നോമ്പെടുക്കാൻ, അറഫന്റെ നോമ്പ് നമുക്ക് വഴിയെ പറയാം ഇൻഷാ അല്ലാഹ്. 9 ദിവസം നോമ്പെടുക്കാൻ ശ്രമിച്ചിരുന്നു. പിന്നെ ഈ മാസത്തിലെ 3 നോമ്പ് സുന്നത്തുണ്ടല്ലോ, ഏതൊക്കെ ദിവസം? 13, 14, 15 അല്ലേ? അയ്യാമുൽ ബീവ്, വെളുത്ത വാവ് ദിവസങ്ങൾ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ മൂന്ന് വിഭാഗത്തിൽപ്പെട്ട നോമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ കാർക്കശ്യം പുലർത്തിയിരുന്നു എന്ന് ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിൽപ്പെട്ട ഹഫ്സ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്.
അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, നമ്മൾ തുടക്കത്തിൽ ഓതിച്ച ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നന്മ ചെയ്യുന്നത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ദിവസങ്ങളിൽ, ഈ 10 ദിവസങ്ങളിൽ. അപ്പൊ സഹാബത്ത് ചോദിച്ചു, വലൽ ജിഹാദ് ഫീ സബീലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കാണ്, ഈ ഹജ്ജിന്റെ മാസമല്ലാത്ത, ഇപ്പൊ ഈ 10 ദിവസമല്ലാത്ത വേറെ യുദ്ധം അനുവദനീയമായ മാസങ്ങളിൽ ഒരാള് യുദ്ധത്തിന് പോയി, എന്നാ അതാണോ ഈ മാസങ്ങളിൽ ഒരാൾ എന്തെങ്കിലും വേറൊരു നന്മ ചെയ്തു അതാണോ ഏറ്റവും പ്രതിഫലം? മനസ്സിലായില്ല. ഈ 10 ദിവസങ്ങളിൽ ഏതെങ്കിലും എന്തെങ്കിലും ഒരു ചെറിയ നന്മ ചെയ്തു, എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്തു, അതിനാണോ കൂലി കൂടുതൽ? അതല്ല, ഇതിന്റെ മാസമല്ലാത്ത വേറെ മാസങ്ങളിൽ ഒരാൾ എന്ത് ചെയ്തു, അള്ളാന്റെ മാർഗത്തിൽ യുദ്ധത്തിന് പോയി, എന്നാൽ അതിനാണോ കൂടുതൽ പ്രതിഫലം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുദ്ധത്തിനേക്കാളും പ്രതിഫലം ഇതിനാണ്. ഏതിനൊഴികെ? ഒരാള് സ്വന്തം തടി കൊണ്ടും മുതലുകൊണ്ടൊക്കെ യുദ്ധത്തിന് അങ്ങോട്ട് ഇറങ്ങി, പക്ഷെ തിരിച്ചു വരാൻ കഴിഞ്ഞില്ല, അയാൾ ഷഹീദായി, അയാൾക്ക് കൂലി അള്ളാഹു കൊടുക്കും. അല്ലാത്ത ആൾക്ക് ഈ 10 ദിവസം അമല് ചെയ്ത ഏതെങ്കിലും ഒരു നന്മ ചെയ്ത അത്ര പ്രതിഫലം അള്ളാഹു കൊടുക്കൂല, അതിനേക്കാളും പ്രതിഫലം ഇതിൽ നന്മ ചെയ്ത ആൾക്ക് അള്ളാഹു തരുന്നു. അപ്പൊ യുദ്ധം ഒന്നും ചെയ്യാതെ തന്നെ അതിനേക്കാളും പ്രതിഫലം വാങ്ങാൻ പറ്റിയ ദിവസങ്ങളാണ് നമ്മുടെ മുമ്പിൽ വരാൻ പോണ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഈ ദിവസങ്ങളിൽ തഹ്ലീൽ ചെല്ലാൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് വർദ്ധിപ്പിക്കുക, പിന്നെ തക്ബീറും ചെല്ലാം. ഈ തക്ബീർ സയ്യിദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു ഈ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത താബിഈയായ പണ്ഡിതനാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെ ശിഷ്യനും കൂടിയാണ്. അവര് ഈ 10 ദിവസങ്ങളിൽ സ്ഥിരമായി ജനങ്ങളോടുള്ള സമ്പർക്കം പോലും കുറച്ചിട്ട് പള്ളിയിൽ അതുപോലെ മറ്റ് നല്ല കാര്യങ്ങളിലൊക്കെ കൂടുതൽ ഇടപഴകുമായിരുന്നു എന്ന് അവരുമായി ബന്ധപ്പെട്ട ചരിത്രത്തിൽ കാണാൻ കഴിയും. അല്ലാഹു നമുക്കും അതിനൊക്കെയുള്ള തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ട് തഹ്ലീൽ ചെല്ലുക, തക്ബീർ ചെല്ലാം എല്ലാ നിസ്കാരത്തിന് ശേഷം. പിന്നെ നമ്മള് എന്താ പറയാ, അത് നമുക്ക് വഴിയെ പറയാം. അത് പെരുന്നാളിനോടനുബന്ധിച്ച് അയ്യാമു തശ്രീഖിന്റെ അവസാനത്തെ ദിവസത്തെ അസ്ർ വരെയുള്ള അതാണ്. അതിൽ എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷം എന്നാണ്. അത് സുന്നത്തായാലും ഫർദായാലും നിസ്കാരങ്ങൾക്കൊക്കെ ശേഷമൊക്കെ സ്പെഷ്യൽ തക്ബീർ സുന്നത്തുണ്ട്. അത് കൂടാതെ ഈ ദുൽഹജ്ജ് 1 മുതൽ ബലിമൃഗങ്ങളെ കണ്ട തക്ബീർ അല്ലെങ്കിൽ സുന്നത്തുണ്ട് അല്ലേ. അപ്പൊ അള്ളാഹുവിന്റെ കിബിരിയാവും അള്ളാഹുവിന്റെ ജലാലിയത്തൊക്കെ നമ്മൾ വിളിച്ചു പറയാണ്. സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു ബസറയിലെ ഒരു മക്ബറയിലൂടെ അങ്ങനെ നടക്കുകയായിരുന്നു. സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു വലിയ മഹാനല്ല, നമ്മൾ പലപ്പോഴും ക്ലാസ്സിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് അദ്ദേഹത്തെ കുറിച്ച്. അപ്പൊ ഒരു ഖബറില് ഈ വലിയ മഹാന്മാരൊക്കെ ഈ പള്ളിക്കാടിനെ വലിയൊരു കേന്ദ്രമാക്കിയിരുന്ന, എന്താ പള്ളിക്കാടാണ് ശരിക്കുള്ള ലോകം എന്ന് വിശ്വസിച്ചിരുന്നായിരുന്നു. കാരണം യഥാർത്ഥ ജനവാസം നടക്കുന്നത് അവിടെയാണ്. ഇല്ല, യഥാർത്ഥ ജനനിബിഡമായ കേന്ദ്രം അവിടെയാണ്, ജനവാസ കേന്ദ്രം അവിടെയാണ്. ടൗൺഷിപ്പുകളൊക്കെ യഥാർത്ഥത്തിൽ സൃഷ്ടിക്കപ്പെടുന്നത് എവിടെയാണ്? പള്ളിക്കാട്ടിലാണ്. കാരണം എന്തായാലും ജനങ്ങൾ വന്ന് പാർക്കുന്ന ഉറപ്പുള്ള സ്ഥലമാണ് ഇത്, പള്ളിക്കാട്. അത്തിപ്പറ്റ ഉസ്താദിനെ പറ്റിയല്ലോ പറയില്ല. അത്തിപ്പറ്റ ഉസ്താദിന്റെ ഭാര്യ വീടുണ്ടാക്കണം എന്ന് പറഞ്ഞപ്പോ അത്തിപ്പറ്റ ഉസ്താദിന്റെ വീട്ടിൽ പോയവർക്കറിയാം, ഉസ്താദിന്റെ വീട് ഇപ്പോഴും ഒരു തേക്കാത്ത ഒരു ഭാഗം തേച്ചിട്ടില്ല, ഒരു കർട്ടനൊക്കെ ഇട്ട പോലത്തെ, നമ്മൾ വിചാരിച്ച പോലത്തെ ഭയങ്കര സെറ്റപ്പ് കർട്ടനല്ല, ഒരു തുണി പോലെ ഇങ്ങനെ ഇരിച്ച പോലത്തെ ഒരു സ്ഥലം. വീടുണ്ടാക്കണതിനെ കുറിച്ച് പറഞ്ഞ പുസ്തകം പള്ളിക്കാടിന്റെ അടുത്ത് കൊണ്ടുപോയിട്ട് പറഞ്ഞത്ര ഇതാണ് നമ്മളെ വീട്, ഇവിടെയാണ് ശരിക്കും വീടുണ്ടാക്കേണ്ടത്. അല്ല സാധാരണ പറയാറ്, മനുഷ്യൻ പാർക്കണ വീടോട്ട് ഉണ്ടാക്കണമില്ല, ഉണ്ടാക്കണ വീട്ടിലോട്ട് പാർക്കണമില്ല. അള്ളാഹു ശരിക്കും പാർക്കണ വീട്ടില് ആവശ്യമായ അമല് നമുക്ക് ചെയ്യാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പോ ഖബറിൽ ഇങ്ങനെ വെളിച്ചം കണ്ടു എന്നാണ്. അപ്പൊ സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു അവിടെ ഇങ്ങനെ നിന്നു. അപ്പോ ആരോ വിളിച്ചു പറഞ്ഞു എന്നാണ് സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹുവിനോട്, യാ സുഫിയാൻ അലൈക ബിസിയാമി അശ്രി ദിൽഹിജ്ജ, ദിൽഹിജ്ജയിലെ 10 ദിവസം, അതായത് 9 ദിവസങ്ങളിൽ നോമ്പ് നോറ്റോളൂ. കാരണം എന്താ? എന്നാൽ യുഅ്തലക നൂറുൻ മിസ്ല ഹാദാ, ഇന്ന് അതുപോലത്തെ വെളിച്ചങ്ങളെ ഖബറിൽക്കും കിട്ടുന്ന. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പറ്റുന്നവരൊക്കെ അതിൽപ്പെട്ട ഏതെങ്കിലും ദിവസങ്ങളിലെങ്കിലും, ഫുള്ള് പറ്റിയില്ലെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ടും കാലാവസ്ഥ കൊണ്ടും ജോലി ഭാരം കൊണ്ടൊക്കെ പറ്റിയില്ലെങ്കിൽ പോലും പറ്റുന്ന അമലുകളൊക്കെ ആ ദിവസങ്ങളിൽ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഖുർആനിൽ അള്ളാഹു സത്യം ചെയ്ത് പറഞ്ഞ ഒരു സംഭവമാണ് വൽ ഫജ്ർ. വൽ ഫജ്ർ എന്ന് പറയുന്നത് എന്താ? വൽ ഫജ്ർ,
ഫജ്ർ എന്ന് പറഞ്ഞാല് പ്രഭാതമാണ് സത്യം. ഇത് പെരുന്നാളിന്റെ അന്നത്തെ പ്രഭാതമാണ്, അല്ല അറഫയുടെ ആ പ്രഭാതമാണ് സത്യം എന്നൊക്കെ മുഫസ്സിരീങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വലയാലിൻ അശർ, 10 രാത്രി. രാത്രി എന്നുള്ളത് അറബികളുടെ പ്രയോഗത്തിൽ പകലും രാത്രിയും കൂടിയ ദിവസത്തിനും ലയാലി എന്ന് പറയുന്നതാണ്. ഇവിടെ അങ്ങനെയെന്ന 10 ദിവസങ്ങളും ആണ് സത്യം. പിന്നെ വളരെ രസകരം എന്ന് നമുക്ക് തോന്നാവുന്ന വേറൊരു തഫ്സീറാണ് വൽ ഫജ്ർ, പ്രഭാതമാകുന്ന മുഹമ്മദ് നബിയാണ് സത്യം സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം ഏറ്റവും ഇരുട്ടുള്ള സമയത്ത് ഇങ്ങനെ വന്ന വെളിച്ചാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും ഇരുട്ടുള്ളപ്പോഴാണ് വെളിച്ചത്തിന്റെ പ്രസക്തി കൂടുക. വലയാലിൻ അശർ, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 സഹാബികളാണ് സത്യം. മഹാന്മാരെ ഓരോ വ്യത്യസ്ത തഫ്സീറുകളാണ്. ഇവിടെ വലയാലിൻ അശർ, ഈ 10 ദിവസങ്ങളാണ് സത്യം. ഇപ്പൊ ഈ നമ്മൾ നേരത്തെ പറഞ്ഞിട്ട് ഒരു കാര്യം, ഇപ്പോ യുദ്ധത്തിന് പോണ ആള് തിരിച്ചു വന്നില്ല എങ്കിൽ ഷഹീദായി, എന്നാൽ അയാൾക്ക് ഇത്ര കൂലി കിട്ടും, അല്ലാത്ത ആളെക്കാളും കൂലി കിട്ടും എന്ന് പറയില്ലേ നമ്മള്. ശരിക്കും ഹജ്ജിന് പോണത് ശരിക്കും അങ്ങനെ എല്ലാം ഒഴിവാക്കി ഇങ്ങനെ പോവല്ലേ. ഒക്കെ നമ്മളൊരു സുഹൃത്തുണ്ടായിരുന്നു, ഒരു പോയാ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നമ്മളെ കൂട്ടത്തിൽ ഒരാൾക്ക് പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് നല്ല ആഗ്രഹിച്ചിരുന്ന മനുഷ്യനാണ്. അപ്പൊ പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് ഒരു ചാൻസ് കിട്ടി പോവെന്ന് പറഞ്ഞിരുന്നു. അള്ളാഹു തൗഫീഖ് കൊടുക്കട്ടെ. അപ്പോ തിരിച്ചു വരൂല എന്ന് വിചാരിച്ചിട്ടാണ് പോവാ എല്ലാരും, അള്ളാന്റെ അടുത്തേക്കല്ലേ പോണത്. അപ്പോ വശഫൈ വൽവത്ത് പോട്ടെ, വശഫൈ ഇരട്ടയാണ് സത്യം. ഇരട്ട എന്ന് പറഞ്ഞാൽ എന്താ? ഈ ദിവസങ്ങളുടെ ഇരട്ട ദിവസങ്ങൾ അല്ലെ ഇരട്ട രാത്രികൾ, വൽവത്തർ ഒറ്റയിട്ട രാത്രികൾ അല്ലെ ഒറ്റയിട്ട ദിവസങ്ങളാണ് സത്യം. അപ്പൊ ഈ ദിവസങ്ങളിൽ പ്രധാനമായിട്ട് നേരത്തെ പറഞ്ഞ പോലെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നെ തക്ബീറിന്റെ കാര്യം, തക്ബീർ ഇബ്രാഹിം നബിയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ടതാണല്ലോ. ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിനെ അറക്കാൻ വേണ്ടിയിട്ട് പിന്നെ കൊണ്ടുപോയി, അങ്ങനെ അർത്ഥോ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഇബ്രാഹിം നബി ഭയങ്കര ത്യാഗം ചെയ്തു എന്ന് പറയാൻ, ത്യാഗത്തിന് സന്നദ്ധത കാണിച്ചു. അപ്പോഴത്തിന് അള്ളാഹു എന്ത് ചെയ്തു? ആ സന്നദ്ധതക്ക് ത്യാഗം ചെയ്ത കൂലി എടുത്തു എന്നാണ്. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്മായിൽ നബിനെ അറക്കാൻ സമയത്ത് അത് അറക്കാൻ പറ്റാതിരുന്ന അവസാനം ജിബ്രീൽ അലൈഹി സ്വലാം ഒരു ആടിനെ കൊണ്ടുവന്ന് കൊടുത്തു. അങ്ങനെ ആടിനെ അറക്കുന്ന സമയത്ത് പിന്നെ ജിബ്രീൽ അലൈഹി സ്വലാം പറഞ്ഞു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു. അപ്പോ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം വിളിച്ചു പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. അപ്പൊ ഇബ്രാഹിം നബി പറഞ്ഞു അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അത് പിന്നീടുള്ള തലമുറകളൊക്കെ ഇങ്ങനെ തക്ബീറായിട്ട് അത് സുന്നത്തായി. തക്ബീർ ദുരുപയോഗം ചെയ്യരുത്. പിന്നെ അറഫ ദിവസത്തിലെ നോമ്പ് ഞാൻ ദുരുപയോഗം ചെയ്യരുത് കാരണം അതിന് വേറൊരു അർത്ഥം കൂടി ഉണ്ട്. ഈ പഠിച്ചിരുന്ന കാലത്തൊക്കെ ചില തമാശകളുണ്ട്. ചില ആൾക്കാരെ കണ്ട കന്നുകാലികളെ ചെല്ലണതിന് തക്ബീർ വലിയൊരു സുന്നത്താന്ന് പറഞ്ഞിട്ട് ചില ആൾക്കാർ കയറി എന്നാലേ പരസ്പരം സുഹൃത്തുക്കൾ തമ്മിൽ കളിയാക്കാൻ വേണ്ടിയിട്ട് ചെല്ലുന്നുണ്ട്. അതിന് ദുരുപയോഗം ചെയ്യണ്ടെന്ന് പറഞ്ഞു. അറഫ ദിവസത്തിലെ നോമ്പ് അത് പ്രബലമായ സുന്നത്താണ്. അതിലിങ്ങനെ തർക്കിക്കാനോ, അതിലാരും തർക്കിക്കില്ലല്ലോ എന്താ, അതിലും തർക്കിക്കുന്നുണ്ടെങ്കിൽ അതിൽ തർക്കിച്ചോട്ടെ. ഞാൻ മുമ്പ് എപ്പോഴും പറയില്ല, ഈ സുന്നത്ത് നോമ്പുകളുടെ കാര്യത്തിലൊക്കെ നല്ല കാര്യത്തിൽ എന്തിനാ തർക്കിക്കണത്? നല്ല കാര്യത്തിൽ തർക്കിക്കാരണം ഏത് ഞാൻ പറയില്ല, ഇങ്ങനെ നന്മയും തിന്മയും ഇങ്ങനെ നിൽക്കുമ്പോൾ ഏതോ ഒരു മീറാജ് ദിവസത്തിൽ വെറുതെ ഒപ്പമുള്ളവരൊക്കെ നോമ്പ് വെച്ചപ്പോൾ ഒന്നോട് നോറ്റതാണ്, അതിന്റെ കൂലി ഉണ്ടാവും, ചിലപ്പോൾ സ്വർഗത്തിൽ ഇങ്ങനെ പോവാം അല്ലേ. രണ്ട് നന്മയും തിന്മയും ഇങ്ങനെ സമമായി, അല്ലെങ്കിൽ തിന്മ ഇങ്ങനെ മുൻതൂക്കം നിൽക്കുന്ന സമയത്താണ് ഏതോ ഒരു മീറാജ് നോമ്പ് നോറ്റ കൂലി ഇങ്ങനെ വന്ന, അപ്പോ സ്വർഗത്തിലേക്ക് അത് കാരണം അങ്ങോട്ട് കടക്കും. ഉള്ള നന്മകൾക്കൊക്കെ കൂടുതൽ അവസരം ഉണ്ടാക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ അറഫ ദിവസത്തിലെ നോമ്പ് ദുൽഹിജ്ജ ഏത് ദിവസം? 9 അല്ലേ. 8 കൂടി നോൽക്കല് സൂക്ഷ്മതക്ക് നല്ലതാണെന്ന. 8 കൂടി നോൽക്കല് മൊത്തം നോറ്റിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പറഞ്ഞു. പ്രബലമായ സുന്നത്ത് അറഫന്റെ അന്ന് നോൽക്കൽ ഏതായാലും പ്രബലമായ സുന്നത്താണ്. അതോടൊപ്പം അതിനോട് ചേർന്ന് 8ഉം അതിന്റെ മുമ്പത്തെ ദിവസം കൂടി നോൽക്കല് വളരെ പ്രബലമായ സുന്നത്ത് തന്നെയാണ്. അപ്പൊ അത് അഹവത്ത് എന്ന് പറയാം. സുന്നത്ത് പ്രബലമായ സുന്നത്ത് എന്നല്ല, സൂക്ഷ്മതക്ക് വേണ്ടിയിട്ട് ആ ദിവസം കൂടി നമ്മൾ എന്ത് ചെയ്യണം? നോൽക്കണം.
പിന്നെ ഇത് ഇങ്ങനെ നോറ്റാൽ അള്ളാഹു ആ ഒരു വർഷത്തെ, അയാൾ ഏത് വർഷത്തിലാണുള്ളത് ആ വർഷത്തെ ദോഷങ്ങളും തൊട്ടടുത്ത വർഷത്തിലെ ദോഷങ്ങളും അള്ളാഹു പുറത്തുവരും. അത് ചെറുദോഷങ്ങളെ പുറത്തുള്ളൂ എന്നാണ്. സ്വല്ലു അല നബി മുഹമ്മദിൻ വാലി അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. ചെറുദോഷങ്ങളെ പുറത്തു വരുള്ളൂ എന്നാ. ചെറുദോഷങ്ങൾ എന്താ? വൻദോഷങ്ങൾ നല്ല തൗബ തന്നെ ചെയ്യണം. ചെറുദോഷങ്ങൾ അള്ളാഹു പുറത്തു വരും. പിന്നെ സൃഷ്ടികളോടുള്ള എന്തെങ്കിലും പിണക്കങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ തീർക്കണം. നമ്മളെ ഭാഗം നമ്മൾ ക്ലിയർ ചെയ്യുക. നമ്മളെ ഭാഗം നമ്മൾ ക്ലിയർ ചെയ്യണം. അള്ളാഹിന്റെ മുമ്പിൽ നമ്മളൊരു തെറ്റുകാരനായിട്ടുണ്ടാവാൻ പാടില്ല. പിന്നെ ഈ ഫതുൽ മഈന്റെ വ്യാഖ്യാനമായ യാനത്തു ത്വാലിബീൻ അതിലൊക്കെ കാണാം വലിയ മഹാന്മാരൊക്കെ ഈ മലമ്പ്രദേശങ്ങളിലൊക്കെ പോയിട്ട് പിന്നെ ഒരു പരീക്ഷണം നടത്തിയിരുന്നതാണ്. കാരണം അന്ന് മൃഗങ്ങളൊക്കെ നോമ്പ് വിൽക്കുന്നതാണ്. അന്ന് ആ ഏരിയയിലൊക്കെയുള്ള മൃഗങ്ങൾ നോമ്പ് വിൽക്കുന്നതായിട്ട് പല മഹാന്മാർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ്. അത് അവർ ഭക്ഷണങ്ങളും അതുപോലെ നല്ല മാംസമൊക്കെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ മൃഗങ്ങളെ അടുത്തേക്ക് എറിഞ്ഞു കൊടുത്താൽ അവ അതിന്റെ മുമ്പിൽ വന്നിട്ട് ഇങ്ങനെ നിൽക്കും. എന്നിട്ട് വൈകുന്നേര സമയത്ത് സൂര്യനിലേക്ക് നോക്കും, ഭക്ഷണത്തിലേക്ക് നോക്കും. അങ്ങനെ സൂര്യൻ അസ്തമിച്ചു എന്ന് ഉറപ്പായപ്പോൾ ഇത് കഴിച്ചു എന്ന്. ഇത് സാക്ഷിയായ പല പണ്ഡിതന്മാരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ദിവസത്തെ സൃഷ്ടിജാലങ്ങളൊക്കെ ആദരിക്കുന്നുണ്ട്. അതുകൊണ്ട് അതുപോലും എന്ത് ചെയ്യുന്നുണ്ട്, അന്നത്തെ ദിവസം നോമ്പ് നോൽക്കുന്നുണ്ട്. അപ്പൊ മനുഷ്യനെ ഏതായാലും നമ്മൾ മൃഗത്തേക്കാൾ അധപ്പതിക്കാൻ പാടില്ല. ഹാജിമാർക്ക് ഇത് സുന്നത്തില്ല. ഹാജിമാർക്ക് അവര് ദിക്റും തഹ്ലീലും ദുആകളും ഒക്കെ ആയിട്ട് ഏർപ്പെടേണ്ടത് കൊണ്ട് നമുക്കാണ് എന്ത് ചെയ്യേണ്ടത്, ഈ നോമ്പ് സുന്നത്തുള്ളത്. അള്ളാഹു നോൽക്കാനുള്ള ആയുസ്സും ആഫിയത്തും തൗഫീഖും അള്ളാഹു തരട്ടെ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നമ്മൾ സാധാരണ കേൾക്കലുള്ളതാണ്. അതിന്റെ ഒരു പ്രാബല്യത്തിന് വേണ്ടി പറയാം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഒരാൾക്ക് അടുത്തൊരു കൊല്ലത്തെ ആയുസ്സും കൂടി കിട്ടും. നമ്മൾ അതും കൂടി, അതൊക്കെ ഒരു ദുന്യവിയായ ചില കാര്യങ്ങൾ പറയുമ്പോഴാണ് നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവുന്നത് അല്ലേ? അല്ല, നമുക്ക് ഒരു കൊല്ലം കൂടി ആയുസിട്ട് അത്രയും അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് ഇബാദത്ത് ചെയ്തുകൂടെ? അങ്ങനെ ചിന്തിച്ചാൽ മതി. അടുത്ത കൊല്ലത്തെ കൂടി ഒരു ആയുസ് അള്ളാഹു തരുന്നു. കാരണം അടുത്ത കൊല്ലത്തെ കൂടി ദോഷം പൊറുക്കണമെങ്കിൽ അടുത്ത കൊല്ലം ഉണ്ടാവണ്ടേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യൻ യൂഹാ, വഹ്യ് കൊണ്ട് സംസാരിക്കുന്നവരാണ് വിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അടുത്ത കൊല്ലത്തെ ആയുസ് അള്ളാഹു തരുന്നു. പിന്നെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇതുപോലെ തന്നെ ഒരാൾ അർഫന്റെ അന്ന് നോമ്പ് നോറ്റാൽ മുമ്പ് കഴിഞ്ഞ ദോഷവും വരാനിരിക്കുന്ന ദോഷവും, ഇതിന് വേറൊന്ന് ചെയ്യേണ്ട കാര്യം ഒരാള് ചെയ്തില്ല, ചെയ്യണ്ടെന്ന് പറഞ്ഞ കാര്യം അതിനൊക്കെ മുൻകടന്നിട്ട് ചെയ്തു. ഇങ്ങനെ ഒരു അർത്ഥം കൂടി ഇതിന് പറയലുണ്ട് ചില ആലിമീങ്ങൾ. ഇതൊക്കെ അള്ളാഹു പുറത്തു തരുന്നതാണ്. ഇതിലെ നേരത്തെ പറഞ്ഞ 8-ാം ദിവസം നോമ്പ് വലിക്കുക, അതും നല്ലതാണെന്ന് പറഞ്ഞു. പിന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ടാണ് അധികവും. അതായത് 8-ാമത്തെ ദിവസം യൗമു തർവിയ എന്ന് പറയാം. യൗമു തർവിയ എന്ന് പറഞ്ഞാൽ അന്ന് ഹാജിമാരൊക്കെ മിനയിലേക്ക് പുറപ്പെടുന്ന ദിവസമാണ്. മിനയിലേക്ക് പുറപ്പെടുന്ന, നന്നായി ദംസം വെള്ളമൊക്കെ കുടിച്ച് ദാഹം തീർക്കുന്നതാണ്. തെർവിയ ദാഹം തീർക്കാന്നൊരർത്ഥം. നല്ല തെർവിയ എന്ന് പറഞ്ഞ ഒരു ചിന്ത എന്നർത്ഥമുണ്ട്. എന്ന് വെച്ചാൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഇസ്മായിൽ നബിയെ അറക്കണം എന്നുള്ള ഒരു സന്ദേശം കിട്ടിയപ്പോൾ, സ്വപ്നത്തിലൂടെ സന്ദേശം കിട്ടിയപ്പോൾ ഇത് ഷെയ്ത്താനിൽ നിന്നാണോ അതോ അള്ളാഹുവിൽ നിന്നാണോ എന്ന് ഇങ്ങനെ സംശയിച്ചു നിന്നു. അങ്ങനെ അറഫയുടെ ദിവസത്തിന്റെ അന്നാണ് ഈ ദുൽഹജ്ജ് 8-ന്റെ അന്ന് ഇങ്ങനെ സംശയമായി. 9-ന് വീണ്ടും ഇങ്ങനത്തെ സന്ദേശം ഉണ്ടായപ്പോൾ അത് ഉറപ്പിച്ചു. ജിബ്രീൽ അലൈഹി സ്വലാമിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ ചോദിച്ചു, നിങ്ങൾക്ക് ഭൂമിയിലേക്ക് വരുമ്പോൾ പിന്നെ ബുദ്ധിമുട്ടുണ്ടായ ഏതെങ്കിലും സന്ദർഭം ഉണ്ടോ? അപ്പൊ പറഞ്ഞു എന്നാണ്, ഞാൻ വിഷമിച്ച 4 സന്ദർഭം ഉണ്ടായിട്ടുണ്ടെന്ന്. 4 സന്ദർഭം. ഒന്ന്, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഈ തീയിലിട്ട സമയത്ത്, അപ്പൊ അള്ളാഹു പറഞ്ഞു എന്നാണ്, എന്റെ അടിമ, അപ്പൊ മലക്കുകളൊക്കെ അള്ളാഹിനോട് പരാതി പറഞ്ഞു എന്നാണ്. അപ്പൊ ജിബ്രീൽ അലൈഹി സ്വലാമിന് സഹായത്തിന് പറഞ്ഞു. അപ്പൊ ഇബ്രാഹിം നബി ചോദിച്ചാൽ കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. പക്ഷെ ഇബ്രാഹിം നബി ചോദിച്ചില്ല. ഇബ്രാഹിം നബി എന്താ പറഞ്ഞേ? ഇന്ന് ഈ തീയിലിട്ടത് ആരാണ്? അള്ളാഹു. ആർക്ക് വേണ്ടി തീയിൽ വീണത്? അള്ളാഹുക്ക് വേണ്ടി. അള്ളാഹ്ക്കാരെ ഞാൻ എവിടെയാണുള്ളത്? അപ്പൊ അള്ളാഹ്ക്കാരെ രക്ഷപ്പെടുത്തണോ വേണ്ടെന്നുള്ളത്. ജിബ്രീൽ അലൈഹി സ്വലാം ചോദിച്ചത്, അലക്ക ഹാജ, എന്തെങ്കിലും ആവശ്യമുണ്ടോ? അപ്പൊ അമ്മ ഇലൈക ഫല, ഇങ്ങളെയൊക്കെ എനിക്കൊന്നും കിട്ടാനില്ല എന്ന് പറഞ്ഞു ജിബ്രീൽ അലൈഹി സ്വലാം. എന്നിട്ടാണ് ഹസ്ബൻ അല്ലാഹു നിഅമൽ വക്കീൽ എന്ന് പറഞ്ഞത്. അതോടുകൂടി അള്ളാഹു യാ നാറു കൂനി ബർദം വസലാമൻ അലാ ഇബ്രാഹിം. മറ്റൊന്ന്,
ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കഴുത്തിൽ ഇങ്ങനെ കത്തി വെച്ച സമയത്ത് മലക്കുകളൊക്കെ ഇങ്ങനെ സങ്കടപ്പെട്ടു എന്നാണ്. അപ്പൊ അള്ളാഹു ജിബ്രീൽ അലൈഹി സ്വലാമിനെ പറഞ്ഞ ജിബ്രീൽ അലൈഹി സ്വലാം കത്തി മറിച്ചു പിടിച്ചു. അതാണ് ഇങ്ങനെ മുറിച്ചപ്പോ മുറിഞ്ഞില്ല എന്ന് പറഞ്ഞത്. എന്നിട്ടാണ് ജിബ്രീൽ അലൈഹി സ്വലാം ആടിനെ കൊടുന്നു കൊടുത്തത് അർത്ഥമൊക്കെ. പിന്നെ മറ്റൊരു സമയം യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കിണറ്റിലിട്ട സമയത്തും ജിബ്രീൽ അലൈഹി സ്വലാം സംരക്ഷിച്ചിരുന്നു. അത് ആ സമയം ഒരു സുബഹിക്ക് മുമ്പുള്ള സമയമാണെന്ന് അവർ അർദ്ധരാത്രിയൊക്കെ കഴിഞ്ഞിട്ട് സുബഹിക്ക് മുമ്പുള്ള സമയത്താണെന്നാണ് മുഫസ്സിരീങ്ങളൊക്കെ പറയുന്നത് പലരും. അതായത് ആ സമയത്ത് ജിബ്രീൽ അലൈഹി സ്വലാം ഒരു ആശ്വാസത്തിന് കൂടെ ഉണ്ടായിരുന്നു യൂസുഫ് നബിക്ക്. അതുകൊണ്ടാണ് ആ സമയത്ത് ഈ ലോകത്ത് അപ്പൊ യൂസുഫ് നബി ദ്വാരുന്നു ജിബ്രീൽ അലൈഹി സ്വലാം ആമീൻ പറഞ്ഞു. ഈ സമയത്ത് ലോകത്ത് വേദന അനുഭവിക്കുന്നവരൊക്കെ വേദന കുറച്ചു കൊടുക്കണമെന്ന് ദ്വാരുന്നു. അതിന്റെ ഫലമായിട്ടാണ് ഏത് വേദന ഉള്ളവനോ അതിന്റെ കുറച്ച് മുമ്പുള്ള സമയത്ത് ചെറിയൊരു ആശ്വാസത്തിന്റെ ഉറക്കം കിട്ടുന്നതാണ്. അത് പരീക്ഷ നോക്കിയാലും അറിയാൻ പറ്റും. നല്ല പല്ലുവേദന ഉള്ളവരൊക്കെ ചിലപ്പോ സുബീന്റെ മുമ്പുള്ള ആ സമയം അർദ്ധരാത്രി കഴിഞ്ഞ് ചെയ്തു സുബീനിലേക്ക് എത്തിയിട്ടില്ല, അതിന്റെ ഇടയിലുള്ള ഒരു സമയത്ത് ചെറിയൊരു ആശ്വാസം ഇങ്ങനെ വരും. അതിന്റെ കാരണം എന്താണെന്ന് പല മുഫസ്സിരീങ്ങളും പല ഉസ്താദുമാരിൽ നിന്നും ഇത് കേൾക്കാനും കഴിഞ്ഞിട്ടുണ്ട്. മറ്റൊന്ന്, നാലാമത്തെ സംഗതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയണ, നബിയെ ഉഹദില് ശത്രുക്കൾ അങ്ങയെ മുറിപ്പെടുത്തിയിട്ട് അങ്ങയുടെ മുൻപല്ല് പൊട്ടിയിട്ട് രക്തം താഴെ വീണ സമയത്ത് ആകാശലോകത്തെ മലക്കുകളൊക്കെ സങ്കടപ്പെട്ടു. അപ്പൊ അള്ളാഹു എന്നെ പറഞ്ഞയച്ചു. എന്നിട്ട് പറഞ്ഞു, ആ രക്തം ഭൂമിയിൽ വീഴാതെ നോക്കണം. കാരണം ഭൂമിയിലെങ്ങാനും ആ രക്തം വീണാൽ പിന്നെ ഭൂമിയിൽ ഒരു സസ്യവും ഒരു വൃക്ഷവും മുളക്കൂല എന്ന് അള്ളാഹു ജിബ്രീൽ അലൈഹി സ്വലാമിനോട് പറഞ്ഞു. അപ്പൊ ജിബ്രീൽ അലൈഹി സ്വലാം പറയും, എന്നോട് പറഞ്ഞപ്പോ ഞാൻ വന്നിട്ട് അങ്ങയുടെ പല്ല് പൊട്ടിയിട്ട് രക്തം വീണത് ഞാൻ എടുത്തിട്ട് ഞാൻ അന്തരീക്ഷത്തിൽ വിതറി. അത് ലോകത്തിനൊക്കെ റഹ്മത്താണ്. അതുകൊണ്ട് ഈ 4 സന്ദർഭത്തിന് ജിബ്രീൽ അലൈഹി സ്വലാം വിഷമിച്ചിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞതായിട്ട് മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ കഴിയും. അപ്പൊ ഇവിടെ ഇസ്മായിൽ നബി അറുത്തു അല്ലെ, അറക്കാൻ ശ്രമിച്ചു. ഇവിടെ അള്ളാഹു അതിന് പകരം എന്നിട്ട് ആടിനെ അറുത്തു. മോന അർത്ഥ പ്രതിഫലം അതുകൊണ്ട് കൊടുക്കുകയും ചെയ്തു. ഒരു കാര്യം അള്ള നിയമമാക്കി, പിന്നെ അള്ളാഹു അത് പിൻവലിച്ചു. എന്നാൽ ആ നന്മന്റെ കൂലി നമുക്ക് തരുന്ന ഉദാഹരണം 50 വക്ത് നിസ്കാരം തന്നു അല്ലെ, കുറച്ചിട്ട് എവിടെ എത്തി 5 പക്ഷെ കൂലി എത്രന്റെ ആണ്? 50 ആണ്. അപ്പൊ അത് അള്ളാന്റെ വലിയ റഹ്മത്താണ്. ഇവിടെ മകനെ അറക്കാൻ സന്നദ്ധത കാണിച്ചു, അറുത്തിട്ടുണ്ടോ? ആ സന്നദ്ധതക്ക് അള്ളാഹു എന്ത് ചെയ്തു? അർത്ഥ പ്രതിഫലം കൊടുത്തു. പിന്നെ അറഫയുടെ ദിവസം ഇപ്പൊ നമ്മൾ പറഞ്ഞു, പിന്നെ ഇനി വഴിയെ പറയാം ഇൻഷാ അല്ലാഹ്. അറഫയുടെ സ്ഥലത്ത് അറഫ എന്ന് പറഞ്ഞാൽ എന്താ? അറഫ പറഞ്ഞാൽ അറിഞ്ഞു എന്നാണ്. ആദം നബി ഹവ്വാബിയും ചരിത്രം അറിയുന്നതായിരിക്കും. ഒരു സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറക്കിയപ്പോ ആദം നബി വന്നത് എവിടെ വന്നത്? ഇന്ത്യയിൽ നിന്നാണ് പറയാ. ഇന്നത്തെ സിലോൺ അന്ന് ഇന്ത്യപ്പെട്ട സ്ഥലമായിരുന്നു. ആ ആദമല എന്നൊക്കെ പറയുന്നുണ്ട് അല്ലെ. അത് ബുദ്ധമതസ്ഥര്, ഹിന്ദുക്കള്, മുസ്ലിങ്ങളൊക്കെ ഒരുപോലെ എന്ന് പറഞ്ഞ പോലെ പിന്നെ ബഹുമാനിക്കുന്നുണ്ട് ഇപ്പൊ അതിനെ. പലരും അത് കാലടി പലരുടേതാണെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ സൈന്ദി മഖ്ദൂമിന്റെ തുഹഫത്തുൽ മുജാഹിദീനിലൊക്കെ ഈ മാലിക് ദീനാറും സംഘവും വന്നപ്പോ അവര് ശരിക്ക് വന്നത് എവിടേക്കാണ്? ആദമ്മലെ സന്ദർശിക്കാനാ പോയിരുന്നത്. അങ്ങനെയാണ് ചേരമാൻ പെരുമാൾ രാജാവിനെ കണ്ടതും സംസാരിച്ചതൊക്കെ എന്നാണ്. പിന്നെ ഹവ്വാ ബീവി ഇറങ്ങിയത് എവിടെ? ഹവ്വാ ബീവി ജിദ്ദ. ഒരഭിപ്രായക്കാരൻ ഈ ജിദ്ദന്റെ ഉച്ചാരണം ജദ്ദ എന്നാണെന്നുണ്ട് അല്ലെ. അങ്ങനെ ഇവരിങ്ങനെ സഞ്ചരിച്ചു. ആദം നബി 40 തവണ ഹജ്ജ് ചെയ്തിരിക്കണെന്ന് നടന്നു പോയിട്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു 40 തവണ നടന്നിട്ട് ഇന്ത്യയിൽ നിന്ന് ഹജ്ജിന് പോയിട്ടുണ്ട് എന്നാണ്. എങ്ങനെയായിരിക്കും? ഒരു കാര്യം പറയണ്ടായിരുന്നു, പറയാൻ പറ്റുമോ? അതൊരു ചെറിയൊരു അഭിപ്രായമാണ്, ഒരു ചരിത്രകാരന്റെ ഒരു ചെറിയൊരു പിന്നെ സംസാരം കേട്ടപ്പോൾ എനിക്ക് ആ യുക്തിയോട് എത്രമാത്രം യോജിക്കുന്നുണ്ടെന്ന് അറിയില്ല. അല്ലാഹു അലം. ഈ അറബിക്കടൽ രൂപപ്പെട്ടത് നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്തെ പ്രളയത്തിന് ശേഷമാണ്. അങ്ങനെയാണെങ്കിൽ നടക്കാൻ സുഖാണ്. അയാൾ അങ്ങനെ പറഞ്ഞ ഞാൻ കേട്ടു. ഒരു ചരിത്രകാരന്റെ ഒരു പഠനമാണ്. അതിന്റെ ആധികാരികത അറിയില്ല. അങ്ങനെ തന്നെ പറയണ ഞാൻ. അതിന്റെ ആധികാരികത അറിയില്ല.
അങ്ങനെ ഒരു പഠനങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളതിന് മാത്രം പറഞ്ഞതാണ്. എന്തായാലും അവരങ്ങനെ സഞ്ചരിച്ചിട്ട് അവസാനം എവിടെത്തി? അറഫയിൽ വെച്ച് കണ്ടുമുട്ടിയെന്നാണ്. പിന്നെ മുസ്ദലിഫയിൽ വെച്ചിട്ട് ഇങ്ങനെ ഒരു രൂപം കണ്ടു എന്നാണ്. അത് മുസ്ദലിഫ ഇങ്ങനെ അടുത്തു എന്നാണ്. മുസ്ദലിഫയിൽ വെച്ച് രൂപം കണ്ടു. പിന്നെ അറഫയിൽ എത്തിയപ്പോഴാണ് ശരിക്ക് മനസ്സിലായത്. ഇപ്പൊ അറഫ, ഇനി ഇങ്ങനെ ചിന്തിക്കട്ടെ, അറഫ മനുഷ്യകുലത്തിന്റെ പിതാവും മനുഷ്യകുലത്തിന്റെ മാതാവും തമ്മിൽ കണ്ടുമുട്ടിയ സ്ഥലം അറഫ. പിന്നെ മറ്റൊന്ന് അറഫക്ക് പേര് വരാൻ കാരണം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമുമായിട്ട് ഇങ്ങനെ നടന്നത് ജിബ്രീൽ അലൈഹി സ്വലാം ഇങ്ങനെ കാണിച്ചു കൊടുത്തു എന്നാണ്. ഓരോ സ്ഥലങ്ങള്, ഹജ്ജിന്റെ വളരെ പ്രധാനപ്പെട്ട ഓരോ സ്ഥലങ്ങളും കാണിച്ചു. അപ്പോഴൊക്കെ ഇബ്രാഹിം നബി അറഫ്തു എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞപ്പോ ഇതൊക്കെ മനസ്സിലായ സ്ഥലം എന്നുള്ള നിലയ്ക്ക് അറഫ. ഇപ്പൊ മനുഷ്യകുലത്തിന്റെ പിതാവ്, നമ്മുടെ മില്ലത്തിന്റെ പിതാവ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം. ഇനി വേറെ കൂടി നടന്നിട്ടുണ്ട്. എന്താ? നമ്മളെ റൂഹിന്റെ പിതാവ് അതാരാ? വിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ അവസാനത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ നിന്ന് അവസാനത്തെ ഹജ്ജ്, ജീവിതത്തിലെ ഏക ഹജ്ജ്, അതിന് അവസാന ഹജ്ജത്തുൽ വിദായിലെ പ്രസംഗം അല്ലെ, ജബലുർ റഹ്മയില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ പ്രസംഗം അത് എവിടെ വെച്ചായിരുന്നു? അറഫ വെച്ചായിരുന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ കഅബ ഉണ്ടാക്കിയതിന് ശേഷം അള്ളാഹു പറഞ്ഞു എന്നല്ലേ, വിളിച്ചു പറയാൻ പറഞ്ഞു അല്ലെ, വഅസിം ഫിന്നാസി ബിൽ ഹജ്ജി യഅതൂക റിജാലൻ വഅലാ കുല്ലി ളാമിരി യഅതീന മിൻ കുല്ലി ഫജ്ജിൻ അമീർ. നടന്നിട്ട് കായലുണ്ടല്ലോ, കാൽനടായിട്ട് വാനപ്പുറത്തൊക്കെ ആൾക്കാർ വരുന്നു. കാൽനടായിട്ട് എവിടുന്നൊക്കെയാണ് വരുന്നത്? എല്ലാ തവണയും പത്രത്തിൽ ഉണ്ടാവില്ല കാൽനടായിട്ട്. ഇപ്പൊ സൈക്കിളെ ഒട്ടിയിട്ട് രണ്ടാൾക്കാർ വന്നത്. ഒരു പക്ഷെ ഈ ഹദീസ്, ഈ ആയത്തിന്റെ ഒക്കെ ഒരു വലിയൊരു ചിന്ത, അടുത്തുള്ളോ നടന്നു പോയി എന്ന് പറയുമ്പോ നമുക്ക് അങ്ങനെ അർത്ഥം വെക്കാം, നടന്നിട്ടും വാഹനപ്പുറത്തൊക്കെയാണ്. ഇത് നടന്നിട്ട് ആൾക്കാർ എവിടുന്നൊക്കെയാണ് വരുന്നത്? അല്ലാഹു നമുക്കൊക്കെ പരിശുദ്ധമായ ഹജ്ജ് നിർവഹിക്കാനുള്ള തൗഫീഖ് ചെയ്യട്ടെ. പിന്നെ അറഫയിൽ നിൽക്കുമ്പോൾ ആലോചിക്കേണ്ട ഒരു സംഗതി, മനുഷ്യൻ കഴിഞ്ഞ കാലം ഇങ്ങനെ ആലോചിക്കും വേണം, മഹ്ശർ ആലോചിക്കണം എന്നാണ്. മഹ്ശറിനെ ആലോചിക്കണം എന്നാണ്. കാരണം ഈ ജനങ്ങളൊക്കെ ഇങ്ങനെ ഈ തിരക്കും ഒച്ചപ്പാടൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഓരോ ടീമും ഓരോ ഗസാലി ഇമാം ഇഹ്യയിൽ പറയുന്നുണ്ട്, ഇങ്ങനെ ആൾക്കൂട്ടങ്ങൾ ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട, ഓരോ നബിയുടെ കൂടെ ഓരോ നബിയുടെ ഉമ്മത്ത് ഇങ്ങനെ വരുന്നത് സങ്കല്പിക്കണം. നമ്മ മഹ്ശറിൽ എല്ലാവരും ബേജാറിലാണ്, എല്ലാവരും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ നഫ്സി നഫ്സിന്ന് മഹ്ശറിൽ എല്ലാവരും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിയെ നമ്മൾ മുത്തുനബിന്റെ കൂടെ അങ്ങനെ ഉണ്ടാവണം. സല്ലല്ലാഹു അലൈഹി വസല്ലം തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ ഉമ്മത്തി എന്ന് പറയുന്ന ഒരാളെ കൂടെ നമ്മൾ ഇങ്ങനെ ഉണ്ടായാൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. അതിന് വേണ്ടിയുള്ള ദുആക്ക് വേണ്ടിയിട്ടാണ് അറഫ ഉപയോഗപ്പെടുത്തേണ്ടതെന്ന് ഇമാം ഗസാലി റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖൈറു ദുആഇ ദുആഉ യൗമി അറഫ. ഏറ്റവും നല്ല ദുആ എപ്പോഴാണ്? അറഫന്റെ ദിവസത്തിലുള്ള ദുആ. അന്ന് എന്താ ചെല്ലേണ്ടതെന്ന് അറിയാം കാര്യമായിട്ട്? എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. കുറേ ദുആകൾ മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അറഫ നിൽക്കണവര് ദുആ ഇറക്കേണ്ട കുറേ ദുആകൾ. അഫ്ളു ദുആഇ ദുആഉ യൗമി അറഫ വഅഫ്ളു മാ ഖുൽതു അന വന്നബിയ്യുന മിൻ ഖബ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. സാലിം ബിൻ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു അവരെ പറ്റിയാണ്. അവർ അറഫയിൽ ഇങ്ങനെ ഒരാളുണ്ട് യാചിക്കുന്ന, അവിടെ നിന്നിട്ട് ഒരാൾ യാചിക്കുന്നു. അപ്പൊ അയാളെ വിളിച്ചിട്ട് പറഞ്ഞു, യാ ആജിസു, ഗതിയില്ലാത്തവനെയാണ്. യാ ആജിസു ഫി ഹാദൽ യൗമി യസ്അലു വഹിറുല്ലാഹ്. ഇന്നും അല്ലാത്ത ആളോടാ ചോദിക്കണാണ്. ഇന്ന് അള്ളഹാനോട് ചോദിച്ചു വാങ്ങേണ്ട ദിവസമല്ല, ഇന്ന് ബാക്കിയുള്ളവനോട് ഇങ്ങനെ ചോദിച്ചാലോ. കാരണം അത്ര നല്ല ദിവസമാണ് അറഫന്റെ ദിവസം. ഉപയോഗപ്പെടുത്താൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സഹീഹിൽ രേഖപ്പെടുത്തിയത്, ഉമർ റളിയല്ലാഹു അൻഹു മിനയിലുള്ള അവിടുത്തെ ടെന്റിൽ ഇരുന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ തക്ബീർ ചൊല്ലുമായിരുന്നു. അങ്ങനെ പള്ളിയിലുള്ള ആൾക്കാരൊക്കെ ഇത് കേട്ടിട്ട് അതുപോലെ പരിസരത്തുള്ള അങ്ങാടികളിലൊക്കെ ഉള്ള ആൾക്കാർ ഇങ്ങനെ തക്ബീർ ചൊല്ലുമായിരുന്നു. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒക്കെ ഈ ദിവസങ്ങളിൽ അങ്ങാടിയിൽ പോയിട്ട് തക്ബീർ ഇങ്ങനെ ചൊല്ലുന്നു. അപ്പൊ ആൾക്കാരൊക്കെ, നമ്മൾ പണ്ട് നാട്ടില് സലാത്ത് ജാഥൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? സലാത്ത് ജാഥൊക്കെ നബിദിനത്തിന് വൈകുന്നേരം സലാത്ത് ജാഥ ഉണ്ടാവും. അങ്ങനെ സലാത്ത് ജാഥയിൽ ഒരിക്കലെങ്കിലും പോയാലൊന്ന് കൈകൊണ്ടിരിക്കും. പോയാല് എന്നാ ഇവിടെ സലാത്ത് ജാഥ കണ്ടോരൊന്ന് കൈകൊണ്ടിരിക്കും. നിങ്ങൾ അവിടെ ഒന്നും ഉണ്ടായില്ല? ഞാൻ തക്ബീറല്ല ഉദ്ദേശിച്ചത്, സലാത്ത് ജാഥ.
ഞങ്ങളവിടൊക്കെ ഉണ്ടായിട്ടില്ല എന്നുള്ള ഇപ്പോൾ ഇല്ലട്ടാ. ആദ്യം റബീഉൽ അന്ന് കുട്ടികളെ ഘോഷയാത്ര ഒക്കെ കഴിഞ്ഞ് ഓരൊക്കെ എല്ലാരും ഒന്ന് ഉറങ്ങി ക്ഷീണൊക്കെ തീർത്തിട്ട് രാത്രിന്റെ ശേഷം എല്ലാരും ഒന്ന് ഫ്രഷ് ആയിട്ട് ഒരു സലാത്തിയാതാ ചെല്ലാൻ പറ്റുന്നിടത്തോളം ചെല്ലാന്നുള്ളതാണ്. നമ്മൾ ഇപ്പോഴത്തെ പോളിസി മുടക്കാൻ പറ്റുന്നിടത്തോളം മുടക്കാന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മളെ മുടങ്ങണ്ടെന്ന് നമ്മൾ വിചാരിച്ച കാര്യങ്ങളും കൂടി മുടങ്ങി പോവാണ്. ആളമുന്നാസി ദമ്പ, ജനങ്ങളിൽ ഏറ്റവും വലിയ ദോഷം ചെയ്യുന്ന ആള് മഹാന്മാര് പറയണ്ട അറഫന്റെ അന്ന് അള്ളാഹ് ആർക്കും പുറത്തു കൊടുത്തിട്ടില്ല എന്ന് നിരാശപ്പെടുന്നവരാണ്. അപ്പൊ അന്ന് അള്ളാഹ് എല്ലാവർക്കും പുറത്തു കൊടുക്കും. അള്ളാഹു പുറത്തു കൊടുക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെ പെടുത്തി തരണം. ഇന്ന മിന ദുനൂബി ദുനൂബൻ ലാ യുകഫിറുഹാ ഇല്ലൽ വുഖൂഫ് ബി അറഫ. ദോഷങ്ങളിൽ ചില ദോഷങ്ങൾ അറഫെ നിന്നാൽ മാത്രമേ പൊറുക്കപ്പെടുള്ളൂ. അറഫെ നിന്നാൽ മാത്രമേ പൊറുക്കപ്പെടുള്ളൂ. അങ്ങനത്തെ ചില ദോഷങ്ങളുണ്ട്. അപ്പൊ അങ്ങനെ ദോഷം പൊറുക്കപ്പെടുന്ന അള്ളാഹു അവിടേക്ക് എത്തിക്കും. അള്ളാഹു നമുക്കൊക്കെ അവിടെ നിൽക്കാനുള്ള തൗഫീഖ് തരട്ടെ. പിന്നെ അൽയൗമ അക്മൽതു ലക്കും ദീനക്കും, ഈ ആയത്ത് ഇറങ്ങിയത് അറഫയിൽ വെച്ചാണ്. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, 2 പെരുന്നാൾ എന്നാൽ നമുക്ക് വഴിയെ വരാം. സമയം ഒന്ന് കുറേ കണ്ട് പോയ പോലെ, തീരെ സമയം കിട്ടാത്ത പോലെ. എപ്പോഴും നമ്മൾ തുടങ്ങി 9:10 അബ്ദുല്ലാഹിബ്നു മുബാറക് റളിയല്ലാഹു അൻഹു ഒരാളെ കണ്ടുമുട്ടി. അങ്ങനെ അറഫയിൽ നിന്ന് വരികയാണ്. അപ്പോ ചോദിച്ചു, ആരാണ് ഏറ്റവും വലിയ പാപിൻ? അപ്പൊ അവര് പറഞ്ഞു, ഈ സമയത്ത് അള്ളാഹു ഒരാൾക്കും പുറത്തു കൊടുത്തിട്ടില്ല എന്ന് വിചാരിക്കുന്ന ആളാണ്, അങ്ങനെ പറയുന്ന ആളാണ് ഏറ്റവും വലിയ പാപി. ഇങ്ങനെ ജനങ്ങൾ ചോദിച്ചിട്ട് അള്ളാഹു പുറത്തു കൊടുക്കാതിരിക്കുമെന്ന് ഉമർ അള്ളാഹുവിന് പറയുന്നുണ്ട്. ഈ അറഫ വെച്ചിട്ടാണ് അൽയൗമ അക്മൽതു ലക്കും ദീനക്കും ഇറങ്ങിയത്. അപ്പൊ ആദം നബി ഇങ്ങനെ ഒന്ന്, പിന്നെ ഇബ്രാഹിം നബി, പിന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദിതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഒക്കെ അള്ളാഹു നിയമങ്ങളൊക്കെ പൂർത്തീകരിച്ചു തന്ന ആ ദിവസം. ഉമർ അള്ളാഹുവിന് പറയാണ്, ആ ദിവസവും ആ സമയവും ആ സ്ഥലത്ത് എനിക്ക് നല്ല ഓർമ്മ ഉണ്ട്. അതെവിടെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖായിമുൻ ബി അറഫ, അറഫയിൽ ഇങ്ങനെ നിൽക്കുകയാണ് യൗമുൽ ജുമാ, വെള്ളിയാഴ്ച ദിവസം. പിന്നെ ആ ദിവസം ഞങ്ങൾക്കൊരു പെരുന്നാളായിരുന്നു. എന്താ പെരുന്നാള്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അന്ന് 5 പെരുന്നാളായിരുന്നു. നമുക്ക് എത്ര പെരുന്നാളുണ്ട്? നമ്മൾ പറയും മുഅ്മിനീൻ ആകെ 2 പെരുന്നാളുള്ളൂ. പിന്നെ റബീഉൽ അവ്വൽ എന്തിനാ പെരുന്നാൾ? പെരുന്നാൾ എന്നുള്ളത് ഇബാദത്ത് എന്നുള്ള നിലയ്ക്ക് 2 പെരുന്നാളുണ്ട്. ആഘോഷം എന്നുള്ള അർത്ഥം ഇവിടെ നിങ്ങൾ നോക്കി, അന്ന് 5 പെരുന്നാളായിരുന്നു. 5 ഇത് പറഞ്ഞാരാണ്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു. ഏത് ദിവസത്തെ പറ്റിയ പറഞ്ഞാരാ? ഏത് ദിവസത്തെ പറ്റിയ? ഈ ആയത്തിറങ്ങിയത്. ഒരായത്തിറങ്ങിയത് സന്തോഷിക്കാൻ പറ്റുമെങ്കിൽ ഈ ആയത്തിറങ്ങാൻ കാരണക്കാരനായ നബി ഇറങ്ങിയത് സന്തോഷിച്ചൂടെ? ഇതിന് കുറെ ആയത്തോ ദിവസമൊന്നും പഠിക്കണ്ട. ഞാൻ ഒരു മിനിമം കോമൺ സെൻസ് ഉണ്ടായാൽ ഇതൊക്കെ ആഘോഷിക്കാം. അതിലൊക്കെ മറുപടി പറയാൻ നടക്കുന്നവരും അതിലൊക്കെ വസ്വാസാവുന്നവർക്കും എന്തോ അതിനൊക്കെ രക്ഷപ്പെടാനുള്ളൊരു, അതിലിങ്ങനെ ഡൗട്ട് അടിക്കണവർക്ക് എന്താണ് ആ ദിവസം വേറെന്തോ ഒരു എൻഗേജ്മെന്റ് ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു സൂചന ആയിട്ട് മനസ്സിലായി. പരമാവധി ആഘോഷിച്ചോളി, കൂലിയിട്ടുന്ന ആഘോഷമൊക്കെ നടത്തിക്കോളും. നമ്മൾ വേറെ ഒന്നിലും ഒരു ഡൗട്ടും ഇല്ലല്ലോ. വേറെ എന്തെങ്കിലും ഒരു ആഘോഷം നടത്തണേ നമ്മൾ പറഞ്ഞാൽ അത് നടത്തണ്ടെന്ന് പറഞ്ഞാൽ നമുക്കെതിരെ പറയാൻ ഈ ആൾക്കാർ തന്നെ ഉണ്ടാവും. ഇതൊക്കെ ലോകത്ത് നടക്കണം തന്നെയല്ലേ എന്ന് പറയാം. അപ്പൊ അതിന് അള്ളാഹു റസൂലും പറയണ്ട, അതിൽ ഖുർആനും ഹദീസും വേണ്ട, അതൊന്നും ആവശ്യമില്ല. അതിനെന്താ പറയാ? അതൊക്കെ ഒരു അങ്ങനെയൊക്കെ അല്ലേ ജനങ്ങളെ ദീനിലേക്ക് അടുപ്പിക്കേണ്ടത്. ഇന്ന സലാത്ത് ഏറ്റവും റബീഉൽ അവ്വൽ നടത്തിയിട്ട് അന്നല്ലേ അടുപ്പിക്കേണ്ടതെന്ന് കൂടുതൽ നല്ലത്. എന്നോടൊരാള് പറഞ്ഞിരുന്നു, ഒരു പ്രമുഖമായ മുസ്ലിം സംഘടനയുടെ ഒരാളുമായി, വളരെ പ്രഗത്ഭനായ ഒരാളുമായി സംസാരിച്ചപ്പോൾ അയാൾ പറഞ്ഞത്, ഒരു ഗാനമേള സംഘടിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എന്ത് പരിപാടി നിങ്ങൾ, പിന്നെ എന്ത് ഇസ്ലാമാണ് നിങ്ങൾ നടത്തുന്നത്? പിന്നെ അവിടെ കാണുന്ന ഈ ഔറത്ത് കാണിക്കുന്ന പെണ്ണുങ്ങളോ അത് കണ്ട ആൾക്കാരെ ശിക്ഷയൊക്കെ ഇപ്പൊ നിങ്ങൾക്ക് കിട്ടുമല്ലോ. പിന്നെ നിങ്ങളാണെങ്കിൽ മുസ്ലിം നവോത്ഥാനത്തിന് വേണ്ടി നടക്കുന്നവരാണ്. അപ്പൊ അയാൾ പറഞ്ഞു, നിങ്ങൾ ഈ ഖുർആൻ ക്ലാസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നോട്ടീസ് വെച്ചാൽ ആരും ഇല്ല, നേരിച്ച് ഒരു ഗാനമേള, അത് കഴിഞ്ഞാൽ ഒരു ഖുർആൻ ക്ലാസ്, ഇങ്ങനെ പറഞ്ഞാൽ ആൾക്കാർ വരും. അപ്പൊ ഖുർആൻ ക്ലാസ് കേൾക്കാനുള്ള മൂടൊക്കെ ഈ കൽബ് കറുത്തിട്ട് ഒരു 2 മണിക്കൂർ ഗാനമേള കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ ഈ ഓതുന്ന ഖുർആൻ ഇയാളുടെ ഉള്ളിലേക്ക് കയറും ചെയ്യുന്നത്. ഒരു ചടങ്ങിനല്ല ഇപ്പൊ നടത്തുന്നത്. അപ്പൊ അങ്ങനെ മുട്ടുന്യായങ്ങളൊന്നും നമുക്ക് ആവശ്യമില്ല. അതിന് കുറെ പഠിക്കൊന്നും വേണ്ട, ഇതിനൊന്നും മറുപടി അറിയാൻ പറയുന്നില്ലെങ്കിൽ നമ്മളെ ഈമാനായിട്ട് രക്ഷപ്പെടാം. ഉമർ ഇബ്നു അബ്ബാസ് അന്ന് 5 പെരുന്നാളായിരുന്നു. ഒന്ന് ഏതാരോ? ഒന്നന്ന് വെള്ളിയാഴ്ചയായിരുന്നു. ഈ ആയത്തിറങ്ങി അറഫന്റെ അന്ന് വെള്ളിയാഴ്ചയായിരുന്നു. ഏതാ? അൽ ജുമാഅത്തു ഹജ്ജുൽ ഫുഖറാ വൽ മസാകീൻ
ഈദുൽ മുഅ്മിനീൻ വഈദുൽ മുഅ്മിനീൻ എന്നല്ല, വഈദുൽ മുഅ്മിനീൻ അങ്ങനെ പേടിപ്പിക്കണ അതല്ല. ഈദുൽ മുഅ്മിനീൻ മുഅ്മിനീങ്ങളെ പെരുന്നാൾ. അവിടെ നിന്ന് ഈദ് എന്ന് പറയാൻ പാടുണ്ടോ? മുഅ്മിനീങ്ങൾക്ക് 2 പെരുന്നാളല്ലേ ഉള്ളൂ, ഒന്ന് വലിയ പെരുന്നാളും ഒന്ന് ചെറിയ പെരുന്നാളും. പിന്നെ ഇവിടെ എന്തിനാ ഈദ് എന്ന് പറഞ്ഞത്? മുഅ്മിനീങ്ങളെ പെരുന്നാൾ എല്ലാവരും കൂടെ അല്ലേ, ഒരു സന്തോഷം പങ്കുവെക്കല്ലേ, പരസ്പരം കാണുന്ന സലാം പറയണ ഇങ്ങനെയൊക്കെയല്ലേ മുഅ്മിനീങ്ങൾ കൂടാ. അതൊരു വെള്ളിയാഴ്ചയായിരുന്നു. വേറൊന്ന്, പിന്നെ അന്ന് യഹൂദികളെ അന്ന് പിന്നെ അറഫന്റെ ദിവസം അതും ഞങ്ങൾക്ക് എന്തായിരുന്നു അന്ന് പെരുന്നാള്. പിന്നെ യഹൂദികളെ പെരുന്നാളായിരുന്നു അന്ന്, അവരുടെ കലണ്ടർ അനുസരിച്ച് നസാറാക്കളെയും പെരുന്നാളായിരുന്നു, മജൂസികളെയും പെരുന്നാളായിരുന്നു. ഇങ്ങനെ എല്ലാ മില്ലത്തിനും എല്ലാ വിഭാഗത്തിനും കൂടി ഒന്നിച്ച് പെരുന്നാൾ വന്നത് അതിന്റെ മുമ്പും ശേഷം ഉണ്ടായിട്ടില്ല എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. കാരണം റഹ്മത്തുൽ ആലമീനല്ലേ ഈ ഇത് പൂർത്തീകരിക്കണത്. ഈ ആയത്തിറങ്ങിയത് ഉമർലാന് കരഞ്ഞില്ലേ? എന്തിനാ കരഞ്ഞ്? അത് അബൂബക്കർലാന്, ഇത് ഉമർലാന് കരഞ്ഞ. നിങ്ങൾക്ക് അറിയണ്ട, ഞാനത് പറയാതിരുന്നത്. ഇത് ഉമർലാന് കരഞ്ഞത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മാ യബ്കീക യാ ഉമർ, എന്തേ കരഞ്ഞു? അപ്പൊ പറഞ്ഞു, അബ്കാനി അന്നാ കുന്നാ ഫി സിയാദത്തിൻ ഫി മിൻ ദീനിന, നമുക്ക് ഡെയിലി ദീനിൽ പുതിയ പുതിയ കാര്യങ്ങൾ ഇങ്ങനെ കൂടുതൽ കിട്ടിയിരുന്നു. ഒരു ആയത്ത് അടുത്തൊരായത്ത്, അപ്പൊ കുറച്ചും കൂടി ദീന് കിട്ടി, കുറച്ചും കൂടി ദീന് കിട്ടി, കുറച്ചും കൂടി ദീന് കിട്ടി. ഇപ്പൊ ഇത് ഫുള്ളാക്കി എന്ന് പറഞ്ഞു. ഫുള്ളായ പരിപൂർണതയിലെത്തിയ ഒരു സാധനം പിന്നെന്താ സംഭവിക്കുക? പിന്നെ ഇങ്ങനെ താഴ്ക്ക് വരാൻ തുടങ്ങും. അപ്പൊ ഇതിങ്ങനെ ദീന് കുറഞ്ഞു വരില്ലേ നബി? അത് ആലോചിച്ചിട്ട് കരഞ്ഞതാണ് സല്ലല്ലാഹു അലൈഹി. ദീന്റെ കാര്യത്തിൽ ഇത്ര ആശങ്കപ്പെട്ട ഒരു മനുഷ്യൻ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ സദഖ്ത, ശരി തന്നെയാണ് നിങ്ങൾ പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ വഫാത്തിലേക്ക് സൂചന ഉണ്ട്, നേരത്തെ പറഞ്ഞല്ലേ. അതുപോലെ വല യുഅഖിറുല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ, അല്ലേ? ഒരു നഫ്സിനെ അള്ളാഹു പിന്നെ അതിന്റെ അജല് എത്തിയാൽ പിന്നെ പിന്തിക്കൂലാണ്. ഇതേത് സൂറത്ത്? യൗമുൽ ജുമാ. എത്രാമത്തെ സൂറത്താ? 63-ാമത്തെ 63-ാമത്തെ സൂറത്തായത് എന്തുകൊണ്ടാ അറിയോ? 63 വയസ്സിലെത്തിക്കണേ. അതാണ് ആ വല യുഅഖിറുല്ലാഹു നഫ്സൻ, ഒരു നഫ്സിനെ ആക്കൂല എന്ന് പറഞ്ഞാൽ. അങ്ങനെ ബാക്കി വെക്കുകയാണെങ്കിൽ ലൗ കാനത്തി ദുനിയ തദൂമു ലിവാഹിദി ലകാന റസൂലുള്ളാഹി ഫിഹാ മുഖല്ലദ. ഈ ദുനിയാവ് ആർക്കെങ്കിലും എന്നുണ്ട് കൊടുക്കുമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹ് ഇന്ന് ഇവിടെ നിർത്തുമായിരുന്നു. അത് നിർത്തിയിട്ടില്ല എന്ന് മനസ്സിലാക്കേണ്ടത് നമ്മളൊക്കെ പോകേണ്ടത്. ഇതുമല്ല 63 അല്ല, അതിന്റെ തൊട്ടടുത്ത സൂറത്ത് ഏതാ? സൂറത്ത് തഗാബുൻ. തഗാബുൻ എന്ന് പറഞ്ഞാൽ നഷ്ടം എന്നാ. നിങ്ങൾക്ക് വലിയ നഷ്ടം വരാൻ പോകുന്നുണ്ട്. അപ്പൊ ഇന്ന് മനസ്സിലാക്കും. ഇങ്ങനെയൊക്കെയാണ് പിന്നെ സഹാബത്തും പിന്നീട് മുഫസ്സിരീങ്ങളൊക്കെ ഇതിന് തെളിവിടിച്ചേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വയസ്സാണ് ഇന്ന് അറിയിക്കുന്നത് 63. പിന്നെ നിങ്ങൾക്ക് വമ്പൻ നഷ്ടം വരാൻ പോണ്ടി. 63 കഴിഞ്ഞാല് പിന്നെ അവിടുന്ന് ലോകത്തോട് വിട പറയും. അപ്പൊ ഈ ഓർമ്മകളിലൂടെ ഒക്കെ ഇങ്ങനെ അറഫയിന്ന് സഞ്ചരിക്കണം. അറഫയുടെ ദിവസത്തൊക്കെ ഇങ്ങനെ ഓർക്കുക. പിന്നെ ഷെയ്ത്താൻ ഏറ്റവും വെറുപ്പുള്ള ഒരു ദിവസമാണെന്ന്. ഷെയ്ത്താൻ അന്ന് വളരെ ചെറുതാവുന്നതാണ്. കാരണം അള്ളവർക്ക് ഇങ്ങനെ പുറത്തു കൊടുക്കല്ല ആൾക്കാർക്ക്. പിന്നെ മലക്കുകളോട് അള്ള പറയും, നിങ്ങളല്ലേ എന്നോട് പറഞ്ഞത് ഇങ്ങനത്തെ രക്തം ചിന്തനൊക്കെ മനുഷ്യന്മാരെ എന്തിനാ പറയുക? രക്തം ചിന്ത അവർ കാട്ടു നോക്കി, എന്താ അവർ ചെയ്യണത്, എന്താ അവരെ ദുആ, എന്താ അവരെ തഹ്ലീൽ, എന്താണ് അവരെ തക്ബീർ തസ്ബീഹ്. ഞാൻ പറഞ്ഞിട്ടില്ല, ശംസുൽ ഉലമ അറഫയിൽ വന്നു നമ്മൾ ഗഫൂർ ഉസ്താദ് ഒരിക്കൽ പറഞ്ഞതായിരുന്നു. ഗഫൂർ ഉസ്താദ് കുറച്ച് മുമ്പായിരിക്കും ഹജ്ജിന് പോയപ്പോ അന്ന് മലയാളികളെ ടെന്റിൽ ശംസുൽ ഉലമ വന്നിരുന്നു റഹിമഹുല്ലാഹ്. അങ്ങനെ ശംസുൽ ഉലമ അവിടുന്ന് അറഫയെന്ന് പ്രസംഗിച്ചു, മലയാളികളോട് സംസാരിച്ചു. ഗഫൂർ ഉസ്താദ് പറഞ്ഞിരുന്നു, അന്ന് മൈക്ക് പിടിച്ചെടുക്കാൻ ഭാഗ്യം ഉണ്ടായത് എനിക്കാണ്. വലിയൊരു ഭാഗ്യമാണ് അല്ലേ? ഇവിടുത്തെ കുറെ മനുഷ്യന്മാർക്ക് വഴി കാണിക്കുന്ന ഒരാളാണ്, അള്ളാഹു ഖൈർ കൊടുക്കട്ടെ. അപ്പൊ അവര് പറഞ്ഞു, അന്ന് ശംസുൽ ഉലമ പ്രസംഗിച്ചത് സുബ്ഹാനല്ലാഹ് എന്നുള്ളതിനെ പറ്റിയാണ്. സുബ്ഹാനല്ലാഹ്. കാരണം അറഫയിൽ വെച്ചിട്ട് നമ്മൾ നിസ്സാരതയെ പറയുള്ളൂ. എന്നിട്ട് അവിടുന്ന് പറഞ്ഞത്ര സുബ്ഹാനല്ലാഹ്, അല്ലാഹ് നീ പരിശുദ്ധനാണല്ലോ, നീ പരിശുദ്ധനാണെങ്കിൽ ഞാൻ ആരാ റബ്ബേ, ഞാനൊന്നുമല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് കരഞ്ഞു. പിന്നെ സദസ്സും മൊത്തം കരഞ്ഞു. പിറ്റേന്ന് പ്രസംഗിച്ച ഒരു ഉസ്താദ് പോലും ഇത് ഏറ്റുപിടിച്ച് ആ ഒരു ടെൻഷനിലോ ആ ഒരു ഇമോഷനിലോ സംസാരിച്ചിരുന്നു. കാരണം ആ സുബ്ഹാനല്ലാഹ് പറഞ്ഞതിന്റെ അനുരണനങ്ങൾ അപ്പോഴും എല്ലാവരും മനസ്സിൽ ബാക്കിയുണ്ടായിരുന്നു. നമ്മളൊക്കെ എത്ര വട്ടം സുബ്ഹാനല്ലാഹ് എന്ന് അറിയുന്നത്. അപ്പൊ അറഫയിൽ വെച്ചിട്ട് ഇതൊക്കെയാണ് ഓർക്കേണ്ടത്. അങ്ങനെ ഇബ്ലീസിന് വളരെ ദേഷ്യമാണ് അന്നാണ്.
കാരണം അള്ളാഹിന്റെ റഹ്മത്ത് ഇങ്ങനെ ഇറങ്ങുകയാണ്. പിന്നെ മാത്രല്ല എപ്പോഴും ദുആ എടുക്കണം, അല്ലാഹുമ്മ ഗഫിറിൽ ഹാജി അല്ലെ അല്ലാഹുമ്മ ഗഫിറിൽ ഹുജ്ജാജി വലിമൻ ഇസ്തഗ്ഫറ ലഹുൽ ഹുജ്ജാജ്. ഹാജിമാർക്കും പുറത്തു കൊടുക്കണേ, അവര് ആർക്കൊക്കെ പൊറുക്കലിനെ തേടി അവർക്കും പുറത്തു കൊടുക്കണേ. ഇപ്പൊ നമ്മൾ പോണവരോടൊക്കെ ദുആ എടുക്കാൻ പറയില്ല, ഞങ്ങളോട് ദുആ കൊണ്ട് വസീയത്ത് ചെയ്തൊക്കെ പൊറുക്കണേ പറഞ്ഞാൽ നമ്മളും പറ്റില്ല. അല്ലാഹു അവരെ ദുആകളിൽ നമ്മളെ പെടുത്തി തരട്ടെ. വസാലിമാവ് പറയുന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അവര് അലി ഇബ്നു മുവഫഖ് റളിയല്ലാഹു അൻഹു അവരെ പറ്റി പറഞ്ഞു, അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി ഹജ്ജ് ചെയ്തു. ചെയ്യാൻ പറ്റുമോ? കൺഫ്യൂഷൻ വേണ്ട. വിശ്വാസികൾക്ക് വേണ്ടി ഹജ്ജ് ചെയ്തു എന്ന് പറഞ്ഞാൽ അവിടെ ഹജ്ജ് ചെയ്തു, എന്നിട്ട് അതിന്റെ പ്രതിഫലം നമ്മൾ യാസീനൊക്കെ ഓതിയിട്ട് ദ്വാരക്കുണ്ട്, ഇലാ ഹളറത്തി ഔസിൽ മിസ്ല സവാബിമാ ഖറഅനാഹു ഇലാ ഹളറത്തി റൂഹി നബീന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന പോലെ ഈ ഹജ്ജിന്റെ പ്രതിഫലം മുത്തുനബിക്ക് ഇങ്ങനെ ഹദിയ ചെയ്യും. അത് സ്നേഹം കൂടി അങ്ങനെയൊക്കെ ചെയ്യും. അങ്ങനെ ചെയ്തു. അങ്ങനെ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കണ്ടു. സ്വപ്നത്തിൽ കണ്ട് യബ്ന മുവഫഖ് ഹജ്ജത്ത് അന്നി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഹജ്ജ് ചെയ്ത് എന്ന് ചോദിച്ചു. അപ്പൊ ഖുൽതു നഅം അതേ നബി സല്ലല്ലാഹു അലൈഹി ഖാല വലബൈത അന്നി എനിക്ക് വേണ്ടിയിട്ട് തൽബിയത്തൊക്കെ ചൊല്ലിയത്. ഖുൽതു നഅം അതേ നബി സല്ലല്ലാഹു അലൈഹി ഖാല എന്നാൽ ഫഇന്നി ഉകാഫിയുക ബിഹാ യൗമൽ ഖിയാമത്ത്, ഖിയാമത്ത് നാളിൽ ഇതിന് പകരം ഞാൻ തരട്ടോ, ഇതിന്റെ ഒരു പ്രത്യുപകാരം തരാം. എന്താ തരാന്നറിയാം? ആഖുദു ബിയദിക ആ കൈ ഞാൻ പിടിച്ചോളാം, ഫിൽ മൗഖിഫ് എവിടെ അറിയാം? മഹ്ശറിൽ. ഫഉദ്ഖിലുകൽ ജന്ന എന്നിട്ട് ഞങ്ങളെ സ്വർഗത്തിലേക്ക് അങ്ങോട്ട് കൊണ്ടുപോയിക്കോളാം. വൽ ഖലായിഖു ഫീ കർബിൽ ഹിസാബ് എല്ലാവരും വിചാരണ പേടിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ സ്പെഷ്യലായിട്ട് നിങ്ങളെ കൈ പിടിച്ചിട്ട് സ്വർഗത്തിലേക്ക് കൊണ്ടുപോയിക്കോളാം. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ഖല്ലത ഹീലതി അദ്രിക്നി. അവിടുത്തെ കൈ പിടിക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഹാജിമാര് മക്കയിലെത്തിയ മലക്കുകൾ ഇങ്ങനെ സ്വീകരിക്കുന്നു. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞ ഹാജിമാർക്കും അള്ളാഹ് പുറത്തു കൊടുക്കും. അവരാർക്കൊക്കെ പൊറുക്കലിനെ ചോദിച്ചു അവർക്കൊക്കെ അള്ളാഹു അവരെ ദുആലൊക്കെ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തി തരട്ടെ. പിന്നെ ഹജ്ജ് കഴിഞ്ഞ് വരുന്ന ആൾക്കാരെ ചുംബിച്ചിരുന്നു മഹാന്മാര്. കാരണം അവരിങ്ങനെ ഫ്രഷ് ആയിട്ടാണ് വരുന്നത്. ഇനി വേറെ വല്ല ദോഷത്തിലേക്കൊക്കെ കണ്ട് കയറുമ്പോഴേക്കും അവരെന്ത് ചെയ്യാണ്, അവരാ ഗുണങ്ങളൊക്കെ നമ്മള് അവരിൽ നിന്ന് സ്വീകരിക്കാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഹജ്ജിന് പോകണം, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. പൈസ ഒന്നും ഒരു വിഷയമല്ല, അത് ആഗ്രഹം വെച്ചാൽ അള്ളാഹു തരും. പൈസ ഉള്ള ആൾക്കാരെന്നാൽ ഹജ്ജിന് പോകണമെന്ന് നിങ്ങൾ വിചാരം? എല്ലാവരും പൈസ ഉള്ളവർ. പൈസ ഇല്ലാത്ത എത്ര ആൾക്കാരവിടെ എത്തിയിട്ടുണ്ടാവും, എത്ര ആളെത്തിയിട്ടുണ്ടാവും. സലീമാമ പറയുന്നുണ്ട്, പിന്നെ അന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത ഔലിയാക്കളെ നേതാക്കളൊക്കെ അവിടെ ഉണ്ടാവുന്ന, അവരൊരു വിസയും പാസ്പോർട്ടൊന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അള്ളാഹ് അതിനുള്ളൊരു പവർ കൊടുക്കുന്നതാണ്. അവരൊക്കെ അവിടെ ഉണ്ടാവുന്നതാണ്, അവരവിടെ വെച്ച് കാണും. കാരണം അവിടെ നിന്ന് ദുആ ഇരുന്നാൽ അള്ളാഹ് ഇവരെ ദുആ കാരണമായിട്ട് എല്ലാവരും ദുആ അള്ളാഹ് സ്വീകരിക്കും. അതുകൊണ്ട് അറഫക്ക് ഇത്ര വലിയ പവർ എന്നാണ്. പിന്നെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത്, ഒരാൾ മരിച്ചു, അയാൾ സക്കാത്ത് കൊടുത്തിട്ടുമില്ല, അയാള് ഹജ്ജ് ചെയ്തിട്ടില്ല. എന്ന് അയാളാണ് മരിക്കണ നേരത്ത് പടച്ചോനെ റബ്ബി ലൗല അഖർതനി ഇലാ അജലിൻ കരീം, കുറച്ച് സമയം കൂടി തരുകയാണെങ്കിൽ ഫസ്വദ്ദഖ അല്ലേ സ്വതക്ക കൊടുത്തോളാം, വാ കുമ്മിന് സാരി ഞാൻ ഹജ്ജൊക്കെ ചെയ്തോളാം പടച്ചോനെ, ഞാൻ നന്നായിക്കോളാം റബ്ബേ എന്ന് പറയാൻ ആരാണ്? പൈസ ഉണ്ടായിട്ട് സക്കാത്ത് കൊടുക്കാത്തവരും അള്ളാഹ് കാക്കട്ടെ. ഇതാർക്ക് പറഞ്ഞു കൊടുക്കണം, ഇത് ചെയ്യാത്ത. ചില ആൾക്കാർ പറയും എൻ്റെ കാലിന് വേദനയാണ്, കൈക്ക് വേദനയാണ്. എന്നാൽ അവർക്ക് ബിസിനസ് ട്രിപ്പ് പോകാൻ കൈക്ക് വേദന ഉണ്ടാവില്ല, കാലിന് വേദന ഉണ്ടാവില്ല. എന്താ പണ്ട് പോയി മരിക്കണേ മരിച്ചോട്ടെ എന്ന് വിചാരിച്ചൂടെ? ഈമാൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലേ, അള്ളാഹ് എവിടെ ആയാലും മരിപ്പിക്കും, കാലിന് വേദന ആയാലും കൈക്ക് വേദന ആയാലൊക്കെ. പിന്നെ വലിയ ഗൗരവമുള്ളൊരു കാര്യം, ചില വലിയ സഈദ് ബിൻ ജുബൈർ റളിയല്ലാഹു അൻഹു പോലത്തെ ചില മഹാന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഏതെങ്കിലും ഒരു പണക്കാരൻ അയാൾക്ക് ഹജ്ജൊക്കെ നിർബന്ധമായിട്ട് ഹജ്ജ് ചെയ്യാതെ മരിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ അയാളെ വല്ല നിസ്കരിക്കൂല. ചില മഹാന്മാര് നല്ല പണക്കാരായ അയൽവാസിൻ്റെ ആയിട്ട് മരിച്ച് ഹജ്ജ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, നിസ്കരിച്ചില്ല എന്ന്. ഇത് നിസ്കരിച്ചില്ല എന്ന് പറയാൻ കാരണം ഇപ്പോൾ ചില ആൾക്കാർ ഒരു ആത്മഹത്യ ചെയ്ത ആളെ വല്ല നിസ്കരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കില്ല. നിസ്കരിക്കാൻ പറ്റുമോ? പറ്റുമോ? അഹ്ലുൽ ഖിബ്ലന്റെ പേരിലൊക്കെ നിസ്കരിക്കാന്ന. പിന്നെ ഗൗരവം അറിയിക്കാൻ വേണ്ടിയിട്ട് ചില കാര്യങ്ങളിൽ എന്ത് ചെയ്യും, ചില ആൾക്കാർ വിട്ടുവെക്കും. കാരണം ചില ആൾക്കാർ ചില കാര്യങ്ങൾ ചെയ്താൽ അതൊരു അംഗീകാരം കൊടുക്കലാവും. അങ്ങനത്തെ ചില സന്ദർഭത്തിൽ അതാണ് ഇപ്പൊ ഇവിടെ. ഇപ്പൊ ഇയാളെ പേരിൽ മയ്യത്ത് നിസ്കരിക്കാൻ പാടില്ല എന്ന് കിട്ടിയിട്ടില്ല, അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. എന്താണ് ഈ വിഷയം അത്രമേൽ ഗൗരവതരാണ് അങ്ങനെ അറിയിക്കാൻ വേണ്ടിയിട്ട് പല മഹാന്മാരും ഇങ്ങനത്തെ ഒരു പേരിൽ നിസ്കരിക്കൂടി ചെയ്തിരുന്നിട്ടില്ല എന്നാണ്.
പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഈ അറഫയിൽ നിൽക്കുമ്പോഴുള്ള ആ തിരക്കും, ഇനിയിപ്പോൾ നമ്മൾ അറഫയിൽ നിൽക്കാൻ നമുക്ക് ഈ വർഷം ഇപ്പോൾ ഏതായാലും നമ്മൾ അറഫയിൽ ഹജ്ജിനൊന്നും നമുക്ക് അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു തരട്ടെ. ടിവിയിലും പിന്നെ വാട്സപ്പിലൊക്കെ ഇങ്ങനെ അറഫൊക്കെ കാണൂലേ, അതിങ്ങനെ കാണുമ്പോൾ ഇതൊക്കെ ഇങ്ങനെ ആലോചിക്കുക, അള്ളാഹ് വലിയൊരു ഹൈർ എന്നല്ലേ. നമുക്ക് പണ്ടൊക്കെ ഈ ഹജ്ജിനും ഉംറക്കും പോകണം ഇതൊക്കെ കാണാൻ പറ്റിയിരുന്നോ? ഇപ്പൊ ഒന്നുമില്ല, നമുക്ക് ആ ചിത്രമെങ്കിലും കണ്ടുകൂടെ, അതിന്റെ വീഡിയോ ഒക്കെ. ഒരു വലിയ ടെക്നോളജി വികസിച്ചുകൊണ്ട് അങ്ങനെ കുറെ ഹൈറില്ലേ. കൂട്ടായിട്ട് ഇങ്ങനെ ലബൈക്ക് ചൊല്ലിയിട്ട് ഇങ്ങനെ പോണ കാണാൻ, അപ്പൊ നമ്മളെ മനസ്സിലൊരു കുളിര എല്ലാ ദിവസവും. അപ്പൊ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുക. അതിനർത്ഥം അന്നിങ്ങനെ ടി വി കണ്ടിരുന്നിട്ട് ഇടയ്ക്ക് ചാനൽ മാറ്റിയിട്ടുള്ള അനാവശ്യമൊക്കെ കണ്ടിട്ട് ആ ദിവസം കളയുന്നൊന്നും ഞാൻ പറയുന്ന അർത്ഥമില്ല. ഞാൻ ഏതായാലും അങ്ങനെ ടി വിൻ്റെ മുമ്പ് ഇരിക്കാമെന്ന് വിചാരിച്ചിട്ടില്ല. ഞാൻ ടി വി ഇല്ല, നമ്മുടെ റൂമിലും ഇല്ല, ആദ്യം പറഞ്ഞുതരാം. പിന്നെ നിങ്ങളൊന്നും അധികം ഉണ്ടാവില്ല, അതിൽ ഇരിക്കൂലെന്ന് എനിക്കറിയാം. പക്ഷെ ഇബ്ലീസ് വളരെ വളവനാണ്. അപ്പോൾ നമ്മളിന്നാൾ പറഞ്ഞ പോലെ അറഫന്റെ അതെന്താണ്ട് പല വല്യമാരും ടി വി ആണ് ഈ അറഫന്റെ ദിവസമാണ് ഇല്ലേ. ഹജ്ജിന് കൊതിച്ച വല്യമാരൊക്കെ അടുത്ത വീട്ടിൽ ടി വി ഉണ്ടെങ്കിൽ അങ്ങോട്ടൊക്കെ പോകും. എന്താ വെച്ചാൽ അങ്ങനെ വെച്ചാൽ തെക്ബീറും ഇതൊക്കെ ഇങ്ങനെ കേട്ടാലും. പിന്നെ സൗദിന്റെ ചാനലുകളൊക്കെ അങ്ങനെ അനാവശ്യമുള്ളൊന്നും ഇടലില്ല ഇങ്ങനത്തതിലൊന്നും ഇല്ലേ. പിന്നെ ഏറ്റവും അതിനു വേണ്ടി ത്യാഗം ചെയ്യുന്ന കുറെ മനുഷ്യന്മാരുണ്ട് കേട്ടോ. ഇപ്പൊ നമ്മളെ KSF വിക്കായ ഉൾപ്പെടെ KMCCന്റെ ആൾക്കാരും വേറെ സംഘടനയുടെ ആൾക്കാരൊക്കെ ഉണ്ട്. അവരൊക്കെ മോമിനിങ്ങൾക്ക് വേണ്ടിയല്ല കഷ്ടപ്പെടുന്നതും സേവനം. അവരൊക്കെ സേവനങ്ങൾ സ്വീകരിക്കുന്നത് അല്ല. അപ്പുറം ആ നാട്ടിലെ ഭരണാധികാരികൾ എന്തൊക്കെ സുരക്ഷ ഒരുക്കിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ഒരുക്കിയിട്ടാണ് ചെയ്യുന്നത്. പലപ്പോഴും നമ്മളെപ്പോലെ നമ്മളെ നാട്ടിലെ പോലെ ചില ഗവൺമെന്റിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓരോ വർഷം അടിയായിരിക്കും. ചിലപ്പോൾ മോശമൊന്നല്ല ഈ പറഞ്ഞതിനർത്ഥം. എല്ലാവരും ഉഷാറന്നെ. എന്നാള് പറഞ്ഞ പോലെ 5 കൊല്ലം ഭരിച്ചിട്ട് അൽഹംദുലില്ലാ പറയാത്തോണ്ട് പിന്നെ ഭരണ തുടർച്ച അള്ളാഹ് കൊടുക്കൂല. അൽഹംദുലില്ലാ ചെല്ലിയ വീണ്ടും ഭരണ 5 കൊല്ലം കിട്ടും എന്ന് പറഞ്ഞ പോലെ ഹംദ് ചെല്ലുന്നതിനനുസരിച്ച് അള്ളാഹ് അവർക്ക് ഇങ്ങനെ കൊടുക്കുകയാണ്. അള്ളാഹു ആ നാട്ടില് സമാധാനവും ഐശ്വര്യമൊക്കെ അള്ളാഹു നിലനിർത്തിയത് ഈ നാടിനും. ഇതൊക്കെ അതിന്റെ നമ്മൾ ഈ ഇമാറാത്തൊക്കെ അതിന്റെ ഒരു സഹോദര നാടുകൾ പോലെയാണ്. അവരൊക്കെ ഈ വിഷയത്തിൽ ഒറ്റക്കെട്ടാണ്. ഇങ്ങനത്തെ കാര്യങ്ങൾ അള്ളാഹു ദീനി ചൈതന്യങ്ങളൊക്കെ ഒരുക്കണം. എല്ലാ ഭരണാധികാരികൾക്കും അള്ളാഹു ഹൈറും ബർക്കത്തും കൊടുക്കട്ടെ. അള്ളാഹു നമുക്കൊക്കെ പരിശുദ്ധമായ കർമ്മങ്ങളൊക്കെ നിർവഹിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. പെരുന്നാളിനെ പറ്റി അടുത്ത ആഴ്ച ഇൻഷാ അല്ലാഹ് കുറച്ച് പറയാം. പെരുന്നാൾ കൊളാക്കരുതെന്ന് എനിക്ക് സെപ്പറേറ്റ് പറയണം. അത് ഈ കൂട്ടത്തിൽ പറഞ്ഞു പോരുന്നത്. അതുകൊണ്ടാണ് പെരുന്നാളിനെ പറ്റി ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച. അത് മനസ്സിലായി എനിക്ക്. ബുധനാഴ്ച അല്ല, അടുത്ത പിന്നെ ഇൻഷാ അല്ലാഹ് അറഫന്റെ ഒരു പിന്നെ 2 ദിവസം മുമ്പായിരിക്കും അല്ലേ ഇൻഷാ അല്ലാഹ്. അറഫ എന്നാന്ന് ഇപ്പൊ നാളെ അറിയില്ല. ഈ ദിവസങ്ങളെ എല്ലാവരും നോമ്പ് വിൽക്കണം എന്നൊന്നുമല്ല ഞാൻ പറഞ്ഞത്. ഇടങ്ങേറായിട്ട് അതൊന്നും വേണ്ട. പക്ഷെ വിൽക്കുന്നവരൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരൊക്കെ ചെയ്യുക. അല്ലാഹു തൗഫീഖ്. എന്തെങ്കിലും പറഞ്ഞോ? അത് അറബിക്ക് അത് ചന്ദ്രനെ അടിസ്ഥാനാക്കിയിട്ടാണല്ലോ. അതുകൊണ്ട് ആ ചാന്ദ്രിക മാസം നമ്മൾ അമാവാസി പിന്നെ പൗർണമി എന്ന് പറഞ്ഞ പോലെ അമാവാസി അപ്പുറത്തേക്ക് പൗർണമി രാവ് എന്നാണ് പറയുക അല്ല. പൗർണമി രാത്രിയും അല്ല, പൂർണ്ണചന്ദ്രൻ ഉണ്ടാവണം. 14 രാവ് പിന്നെ 14 ഇല്ല, അതാണ് 14. അതിനാണ് 14 രാവ് എന്ന് പറഞ്ഞാൽ 13, 14, 15 ഒന്നുമില്ലല്ലോ. അള്ളാഹു പറഞ്ഞു കേട്ടത് അള്ളാഹു സ്വീകരിക്കട്ടെ. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. കുറെ ആൾക്കാർ ദ്വാരക്കാൻ പറയാണ്. അങ്ങനെ എല്ലാവരും കൂടി പറയില്ല. എല്ലാവർക്കൊക്കെ കയറ് കൊടുക്കണം. ചില സ്ഥിരമായ ക്ലാസ്സിന് വരുന്നവരും സുഫയുള്ളവരൊക്കെ നാട്ടിൽ പോയവരുണ്ട്. കുറെ ആവശ്യങ്ങളൊക്കെ അവർ ദ്വാരക്കാൻ പറഞ്ഞു. അള്ളാഹു ഒക്കെ ഹൈറായ രീതിയിൽ സാധിപ്പിച്ചെടുക്കട്ടെ. വേറെ നമ്മളൊരു സുഹൃത്ത് വീട് പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഒരു സ്റ്റേ വന്നു. അപ്പോൾ അള്ളാഹു ഹൈറായ രീതിയിൽ എല്ലാ നിയമപരമായ കെട്ടുകളൊക്കെ അഴിച്ച് എളുപ്പമാക്കിയിട്ട് അദ്ദേഹത്തിന് ഹൈറായ രീതിയിൽ വീട് പണി പൂർത്തീകരിക്കാനും താമസിക്കാനൊക്കെ ഉള്ള എല്ലാവിധ ഹൈറും ഐശ്വര്യവും തൗഫീഖും അള്ളാഹു കൊടുക്കട്ടെ. നമ്മളെ മാതാപിതാക്കളിൽ നിന്ന് മരണപ്പെട്ടവർക്കൊക്കെ അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. വ്യക്തിപരമായിട്ട് നമ്മളെ
ഉപ്പ മരിച്ചത് ഈ മാസത്തിലാണ്. അപ്പോൾ ഒരു ഫാത്തിഹ ഓതിയ ബുദ്ധിമുട്ടോ, അതിൻ്റെ ഒരു കടപ്പാട് കിട്ടാനാണ്. അൽ ഫാത്തിഹ. നമ്മൾ മരിച്ചുപോയവരൊക്കെ ഖബറിലേക്ക് അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ. നോക്കാൻ കാരണം നമ്മൾ മരിച്ചുപോയാലും മക്കളൊക്കെ നമുക്ക് ഇങ്ങനെ ഓർക്കാണെങ്കിൽ വലിയ ഖൈറാണ്. നമ്മളെ വാപ്പ പഠിപ്പിക്കാൻ വേണ്ടി ഒരുപാട് ഇറങ്ങിയറായിരുന്നു. അപ്പൊ ആലിമൊന്നും അല്ലായിരുന്നു, പക്ഷെ ആലിമീങ്ങളെ നല്ല ഇഷ്ടപ്പെട്ടിരുന്നു. ഈ ഉള്ള മുത്താലിമീങ്ങളൊക്കെ അവിടുന്ന് ചോറ് കൊടുക്കാന്ന് പറഞ്ഞ പോലത്തെ കുറേ സംഭവമായിരുന്നു. നമ്മളെ വിദ്യാഭ്യാസത്തിനും ഉണ്ടാക്കാനൊക്കെ ഒരുപാട് അസുഖം സഹിച്ചിട്ടൊക്കെ കുറെ പ്രയാസപ്പെട്ടാണ്. അള്ളാഹു ഖബറിൽ ഖുർആന്റെ വെളിച്ചം കൊടുക്കട്ടെ. അള്ളാഹു നമ്മൾ പറഞ്ഞു കേട്ടതിൻ്റെ ഒക്കെ പ്രതിഫലം അവരുടെയും അതുപോലെ നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന് മരിച്ചുപോയവരൊക്കെ ഖബറിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ. അതിന്റെ ബർക്കത്തുകൊണ്ട് ജീവിച്ചിരിക്കുന്ന നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു എല്ലാവിധ ആഫിയത്തും മനസ്സമാധാനവും ദീർഘായുസ്സും അള്ളാഹു കൊടുക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദാ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم اوصل وبلغ ثواب قراءتنا وبركة دعائنا بعد القبول منا أولا إلى حضرة روح نبينا وحبيبنا محمد صلى الله عليه وسلم. اللهم وإلى حضرات أهل الخير كلهم أجمعين. اللهم وإلى حضرات من ماتوا منا من آبائنا وأمهاتنا وأجدادنا وجداتنا وعماتنا وأخوالنا وخالاتنا وسائر من تعلقوا بنا يا رب العالمين. അർഹമുർറാഹിമീനായ റബ്ബേ, ഞങ്ങളുടെ മജ്ലിസിനെ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ ദോഷങ്ങൾ പൊറുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, നീ ഏറ്റവും അമലുകൾ ഇഷ്ടപ്പെടുന്ന ദിവസങ്ങളാണ് വരുന്നത് റബ്ബേ. ആ ദിവസങ്ങളെ നല്ല രീതിയിൽ സ്വാഗതം ചെയ്യാനുള്ള ആഫിയത്തും ആയുസ്സും തൗഫീഖും ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, അത് കാരണമായി ഞങ്ങളുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ തീർത്തു തരണേ അല്ലാഹ്. ജോലിയില്ലാതെ പ്രയാസപ്പെടുന്ന സഹോദരങ്ങൾക്ക് ഖൈറായ ജോലി നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ ജോലികളിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ്. മനസമാധാനം നൽകണേ അല്ലാഹ്. ഞങ്ങൾക്ക് ആഫിയത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ ദോഷങ്ങൾ പൊറുക്കണേ അല്ലാഹ്. ഞങ്ങളുടെ രഹസ്യ ജീവിതവും പരസ്യ ജീവിതവും നിന്റെ പൊരുത്തത്തിലാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ഇൽമ നാഫിയാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് പറഞ്ഞതനുസരിച്ച് പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ കടങ്ങൾ വീട്ടി തരണേ അല്ലാഹ്. കടങ്ങൾ വീടാനുള്ള ഖൈറായ വഴികൾ എളുപ്പമാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ദാരിദ്ര്യം കൊണ്ടും പലിശ കൊണ്ടും ഹറാമ് കൊണ്ടും പരീക്ഷിക്കല്ലേ അല്ലാഹ്. അല്ലാഹുവേ, ജീവിതത്തിൽ ഒരുപാട് നന്മകൾ ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, പരിശുദ്ധമായ ഹജ്ജും ഉംറയും സിയാറത്തും നിർവഹിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിശുദ്ധരായ മുഅ്മിനീങ്ങൾ പരിശുദ്ധമായ ഹറമിലെത്തുകയാണ് റബ്ബേ. അവർക്കൊക്കെയും ഖൈറായ രീതിയിൽ കർമ്മങ്ങളൊക്കെ ചെയ്യാനുള്ള തൗഫീഖും ഇഖ്ലാസും നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, അവരുടെ പ്രാർത്ഥനകളിൽ ഞങ്ങളെയും ഉൾപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾക്കും വിശുദ്ധമായ മണ്ണിലെത്താനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, വിശുദ്ധമായ മദീനയിൽ ആവർത്തിച്ചെത്തിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ആ നാട്ടിലും ഞങ്ങൾ പാർക്കുന്ന ഈ നാട്ടിലും സമാധാനം നൽകണേ അല്ലാഹ്. ഐശ്വര്യവും സമൃദ്ധിയും നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഈ നാടിന്റെയും അവിടത്തെയും ഭരണാധികാരികൾക്ക് ഖൈർ നൽകണേ അല്ലാഹ്. ഈ രാഷ്ട്രത്തിന്റെ ശില്പി മഹാനായ ഷെയ്ഖ് സായിദ് റഹിമഹുല്ലാഹ്, അല്ലാഹുവേ, അവരുടെ ഖബർ ജീവിതം സന്തോഷകരമാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഈ വെളിച്ചങ്ങൾക്ക് ആരൊക്കെ കാരണക്കാരായോ അവർക്കൊക്കെ ഖബറിൽ ഐശ്വര്യവും സമാധാനവും സന്തോഷവും ഖുർആന്റെ വെളിച്ചവും നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, അവരുടെ ഖബർ ജീവിതം സന്തോഷകരമാക്കണേ അല്ലാഹ്. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, സിഹ്ർ, ഹസദ്, ഐന് തുടങ്ങിയ എല്ലാ ബലാ മുസീബത്തിൽ നിന്നും കാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, സാഹിരീങ്ങളുടെ സിഹ്ർ ബാത്തിലാക്കണേ അല്ലാഹ്. ആയിനീങ്ങളുടെ ഐന് ഞങ്ങൾക്ക് ഫലിക്കാതെ അവരുടെ ശർറിൽ നിന്ന് കാക്കണേ അല്ലാഹ്. ഹാസിദീങ്ങളുടെ ഹസദിൽ നിന്ന് കാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് ആരെങ്കിലും ശർറ് ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവർക്ക് നീ ഹിദായത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, അല്ലെങ്കിൽ അവർക്ക് നീ അവരുടെ ശർറിനെ അവരിലേക്ക് തന്നെ നീ മടക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് ആഫിയത്തോടെ നിന്റെ ദീനിന് ഖിദ്മത്ത് ചെയ്യാൻ, നിന്റെ ഇൽമിന് സേവനം
ചെയ്യാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ഇൽമിന്റെ മജ്ലിസിന് വേണ്ടി സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ലാഹ്. അല്ലാഹുവേ അതിനു വേണ്ടി ആരൊക്കെ പണിപ്പെടുന്നുവോ അവർക്കൊക്കെ ഖൈറും ബർക്കത്തും രണ്ട് ലോകത്തും നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ഇസ്ലാമിക് സെന്ററിന്റെയും സുന്നി സെന്ററിന്റെയും ഒക്കെ ഭാരവാഹികൾക്ക് ഖൈർ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ദീനിലേക്ക് അവരുടെ ഖൽബുകളെ ദീനിൽ ഉറപ്പിച്ചു നിർത്തണേ അല്ലാഹ്. ഖൈറായ കാര്യങ്ങൾ സംഘടിപ്പിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളെ ഹറാമിലേക്ക് ഞങ്ങളെ എത്തിക്കല്ലേ അല്ലാഹ്. നിനക്കിഷ്ടമില്ലാത്തതിനോട് ഞങ്ങളുടെ ഖൽബിൽ വെറുപ്പ് തരണേ അല്ലാഹ്. നിനക്കിഷ്ടമുള്ളതിനോട് ഞങ്ങളുടെ ഖൽബിലും ഇഷ്ടം തരണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ അസുഖങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ രോഗികൾക്ക് ശിഫ നൽകണേ അല്ലാഹ്. മാരകമായ രോഗങ്ങളുടെ വല്ല അണുക്കളും ഞങ്ങളുടെ ശരീരത്തിലുണ്ടെങ്കിൽ നീ അത് നശിപ്പിക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ പ്രിയ സുഹൃത്ത് സാലിഹ് ഉദവി ഇന്ന് ഖബറിലാണ് റബ്ബേ. നീ അവരുടെ ഖബർ ജീവിതം സന്തോഷകരമാക്കണേ അല്ലാഹ്. ഇൽമിന് വേണ്ടി അവർ ചെയ്ത സേവനങ്ങളെ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ഉസ്താദുമാരിൽ പലരും ഖബറിലാണ് റബ്ബേ. അവരുടെ ഖബർ ജീവിതം സന്തോഷകരമാക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ CH ഉസ്താദ് വഫാത്തായ മാസമാണ് റബ്ബേ. അവരുടെ ദറജ ഉയർത്തണേ അല്ലാഹ്. അതുപോലെ ഞങ്ങളുടെ പല ഉസ്താദുമാരും വഫാത്തായ മാസമാണ്. അവരുടെ ദറജ ഉയർത്തണേ അല്ലാഹ്. അല്ലാഹുവേ അവർ സഞ്ചരിച്ച വഴിയിലൂടെ ഞങ്ങളെയും ചലിപ്പിക്കണേ അല്ലാഹ്. അല്ലാഹുവേ അവർ കടന്നു പോകുന്ന സ്വർഗത്തിലേക്ക് അവരുടെ കൂടെ പോകാൻ, മുത്തുനബിയുടെ കൂടെ പോകാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ഈ ലോകത്തെ ബഹളങ്ങളും ശബ്ദങ്ങളും എല്ലാം അവസാനിച്ച് ഞങ്ങൾ നിന്നിലേക്ക് തിരിച്ചു വരുന്ന ഒരു ദിവസമുണ്ടല്ലോ റബ്ബേ. അല്ലാഹുവേ ആ ദിവസം ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല ദിവസമാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ജീവിതത്തിലെ നന്മകൾ കൊണ്ട് അലങ്കരിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ജീവിതത്തിലെ അവസാന കലിമത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദാക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾ മരിച്ചു പോയാൽ ഞങ്ങൾക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കാൻ ഒരുപാട് മുഅ്മിനീങ്ങളുടെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന സ്വാലിഹീങ്ങളായ മക്കളെ തരണേ അല്ലാഹ്. തന്ന മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഐശ്വര്യം തരണേ അല്ലാഹ്. ഐക്യം തരണേ അല്ലാഹ്. ഭിന്നിച്ചു നിൽക്കുന്ന മനസ്സുകളെ ഒന്നിപ്പിക്കണേ അല്ലാഹ്. ആരോടും പകയില്ലാത്ത മനസ്സ് തരണേ അല്ലാഹ്. അല്ലാഹുവേ വിശുദ്ധമായ ദിവസങ്ങളാണ് വരുന്നത് റബ്ബേ. ഞങ്ങൾക്ക് ആ ദിവസങ്ങളെ ഇബാദത്ത് കൊണ്ട് സജീവമാക്കാൻ തൗഫീഖ് തരണേ അല്ലാഹ്. അല്ലാഹുവേ മരണസമയത്ത് സക്കറാത്തിന്റെ വേദന എളുപ്പമാക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ മയ്യത്ത് മുന്നിൽ കിടത്തിയിട്ട് ഒരുപാട് മുഅ്മിനീങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി നിസ്കരിക്കണം റബ്ബേ. അങ്ങനെയുള്ള ഒരു നല്ല അവസ്ഥ ഞങ്ങൾക്ക് തരണേ അല്ലാഹ്. അല്ലാഹുവേ മയ്യത്ത് മുന്നിൽ കിടത്തിയിട്ട് ഇനി നിസ്കരിക്കാൻ കഴിയുന്ന മക്കൾ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആരുമില്ലാതെ ഏതോ ആളുകൾ വന്ന് ഇമാമ് നിന്ന് ഒരു കടമ പോലെ നിർവഹിച്ചു പോകുന്നതിന് പകരം ഒരുപാട് മുഅ്മിനീങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ആവേശത്തോടെ നിന്നോട് ദുആ ചെയ്യുന്ന അവസ്ഥ ഞങ്ങൾക്ക് തരണേ അല്ലാഹ്. അല്ലാഹുവേ അതിന് തടസ്സമാകുന്നതൊന്നും ഞങ്ങളുടെ ജീവിതത്തിൽ തരല്ലേ അല്ലാഹ്. അല്ലാഹുവേ ഒരുപാട് മുഅ്മിനീങ്ങളുടെ സ്നേഹം തരണേ അല്ലാഹ്. ഞങ്ങളുടെ ശത്രുക്കളെ പരാജയപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ ഉസ്താദുമാർക്ക് ആഫിയത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ജീവിതത്തിൽ കടബാധ്യതകൾ ബാക്കി വെക്കാതെ മരിപ്പിക്കണേ അല്ലാഹ്. അല്ലാഹുവേ കടങ്ങളൊക്കെ വീട്ടി സൃഷ്ടികളോടും നിന്നോടും ഒരു കടമകളും ബാക്കി വെക്കാതെ നിന്നിലേക്ക് എല്ലാം തീർത്ത് എല്ലാ കടമകളും നിർവഹിച്ച് നല്ല ഖൽബുൻ സലീമോടുകൂടി നിന്നിലേക്ക് വരാൻ തൗഫീഖ് തരണേ അല്ലാഹ്. അല്ലാഹുവേ നിന്റെ മുമ്പിൽ കരയാനുള്ള തൗഫീഖ് തരണേ അല്ലാഹ്. അല്ലാഹുവേ പരിശുദ്ധമായ ഹജ്ജിന് ഞങ്ങൾക്ക് അവസരം തരണേ അല്ലാഹ്. അല്ലാഹുവേ ഒരുപാട് മുഅ്മിനീങ്ങൾ റബ്ബേ ഞങ്ങളുടെ ഈ സ്നേഹബന്ധം ഈമാന്റെ ബന്ധമാക്കണേ അല്ലാഹ്. ജോലി നഷ്ടപ്പെട്ടിട്ട് പോലും ആവേശത്തോടെ ക്ലാസ്സിന് വരുന്ന സുഹൃത്തുക്കളെ കാണുമ്പോൾ മനസ്സിൽ സങ്കടം തോന്നാറുണ്ട് റബ്ബേ. അവർക്ക് ഈ നന്മക്ക് പകരമായി ഈ ലോകത്തും പരലോകത്തും ബർക്കത്തും ഖൈറും നൽകണേ അല്ലാഹ്. അല്ലാഹുവേ അവരുടെ ഇൽമിനോടുള്ള ആവേശം നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ അവരുടെ ജോലികളിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ്. ജോലിയില്ലാത്തവർക്ക് ഖൈറായ ജോലി നൽകണേ അല്ലാഹ്.
അല്ലാഹുവേ അവരെ ദുനിയാവിലെ നഷ്ടം കൊണ്ട് പരീക്ഷിക്കല്ലേ അല്ലാ, രോഗം കൊണ്ട് പരീക്ഷിക്കല്ലേ അല്ലാ. ഞങ്ങളെ കൽബുകൾക്ക് സമാധാനം തരണേ അല്ലാ, ഞങ്ങളെ നിന്നിൽ തവക്കുലാക്കുന്നവരിൽ ഉൾപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങൾ എന്ത് ചോദിക്കാൻ മറന്നാലും ലോകത്ത് ഖൈറായ എന്തൊക്കെ കാര്യങ്ങൾ നിന്റെ ഹബീബ് നിന്നോട് ചോദിച്ചുവോ അതൊക്കെ ഞങ്ങൾക്ക് തരണേ അല്ലാ. അവിടുന്ന് എന്തൊക്കെ തിന്മകളിൽ നിന്ന് കാവൽ ചോദിച്ചുവോ അതിൽ നിന്നൊക്കെ ഞങ്ങൾക്ക് കാവൽ തരണേ അല്ലാ. അല്ലാഹുമ്മ യാ ദൽ ജലാലി വൽ ഇക്റാം, യാ ദൽ ജലാലി വൽ ഇക്റാം, യാ ദൽ ജലാലി വൽ ഇക്റാം, യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം, يا أرحم الراحمين، يا أرحم الراحمين، يا أرحم الراحمين. اللهم ارحم أمة سيدنا محمد صلى الله عليه وسلم. اللهم اغفر لأمة سيدنا محمد صلى الله عليه وسلم. اللهم تجاوز عن أمة سيدنا محمد صلى الله عليه وسلم. اللهم فرج عن أمة سيدنا محمد صلى الله عليه وسلم. اللهم اجمع بيننا وبين من ماتوا منا مع حبيبك وصفيك سيدنا محمد صلى الله عليه وسلم بحق صلى الله على محمد صلى الله عليه وسلم، صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم.